മത്തായി സുവിശേഷം 3:8 വേഗം വരികയാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിൻ്റെ 27 പുസ്തകങ്ങളുടെ പ്രഥമ ഭാഗം 4 പുസ്തകങ്ങൾ സുവിശേഷമാണ്. സുവിശേഷം എന്ന് പറയുമ്പോൾ 4 ജീവചരിത്രങ്ങൾ എന്ന ആശയത്തിലല്ല, യേശുക്രിസ്തുവിൻ്റെ ചതുർവിധ സ്വഭാവങ്ങളുടെ കറയറ്റ കിടയറ്റ 4 വ്യാഖ്യാനങ്ങളാണ് 4 സുവിശേഷങ്ങൾ. അതുകൊണ്ടാണ് സഭാപിതാവായ ഒറീഗൻ 4 സുവിശേഷങ്ങളെ 4 വശങ്ങളുള്ള സുവിശേഷം എന്ന് പറയുന്നത്. മത്തായി സുവിശേഷം യേശുവിനെ മശിഹിയായി രാജാവായി അവതരിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം യേശുവിനെ ദാസനായിട്ട് അവതരിപ്പിക്കുന്നു. ലൂക്കോസ് യേശുവിനെ പൂർണ്ണ മനുഷ്യനായി അവതരിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അടിവരയിട്ട് സ്ഥാപിച്ചെഴുതിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഒത്തിരി ആളുകൾ തർക്കവിഷയമാക്കി എടുത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു ദൈവമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിൽ 3 കാര്യങ്ങളാണ്: വചനത്തിൻ്റെ നിത്യത്വം, വചനത്തിൻ്റെ വ്യക്തിത്വം, വചനത്തിൻ്റെ ദൈവത്വം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനത്തിൻ്റെ നിത്യത്വം. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനത്തിൻ്റെ വ്യക്തിത്വം. വചനം ദൈവമായിരുന്നു, വചനത്തിൻ്റെ ദൈവത്വം. അപ്പം നിത്യത്വമുള്ള, വ്യക്തിത്വമുള്ള, ദൈവത്വമുള്ള വചനം, ദൈവമായ വചനം. ആ വചനം ജഡമായി തീർന്നതാണ് കർത്താവായ യേശുക്രിസ്തു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അടിവരയിട്ട് യോഹന്നാൻ എഴുതുകയാണ്. അതിൽ മത്തായി സുവിശേഷമാണ് സുവിശേഷത്തിൻ്റെ പ്രഥമ ഭാഗമായി നമ്മൾ കാണുന്നത്. ഈ സുവിശേഷത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ വിഷയക്രമീകരണങ്ങൾ തന്നെ സാധാരണ മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്നതിനേക്കാൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി തൊട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഏറ്റവും ഒടുവിൽ ലാസ്റ്റ് കമ്മീഷൻ എന്ന് പറയുന്ന അന്ത്യ നിയോഗം വരെയുള്ള കാര്യങ്ങൾ അടിവരയിട്ട് മത്തായി തൻ്റെ എഴുത്തുകളിൽ ക്രമമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയും ഈ സുവിശേഷത്തിൻ്റെ കാതലായ ഒരധ്യായം തന്നെയാണ് ഈ 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം യേശുക്രിസ്തു എന്ന രാജാവിൻ്റെ, യേശുക്രിസ്തു എന്ന മശിഹയുടെ ആഗമനത്തെ വിളംബരം ചെയ്യുന്ന വിളംബര പ്രചരണമാണ് വാസ്തവത്തിൽ ഈ 3-ാം അധ്യായത്തിൽ കാണുന്നത്. ആ വിളംബര നായകൻ യോഹന്നാൻ സ്നാപകനാണ്. ഒരുപക്ഷെങ്കിൽ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ നാവായ അഗ്നിനാവെന്ന് വേണമെങ്കിൽ വിളിക്കുവാൻ കഴിയുന്ന മനുഷ്യൻ, അതാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജാവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഈ രാജാവിൻ്റെ വിളംബരം അറിയിക്കുമ്പോൾ, ആ വിളംബരത്തിനകത്ത് 3 കാതലായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അതിൽ 1-ാമത്തെ സന്ദേശമാണ് നമ്മളിവിടെ വായിച്ചത്, 8-ാമത്തെ വാക്യം: മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അതിൽ 2-ാമത്തെ സന്ദേശം 10-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. അതിൻ്റെ 3-ാമത്തെ ഭാഗം 12-ാമത്തെ വാക്യമാണ്: വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. അതിൽ 1-ാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്: മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. നമ്മളതിനെ 2 ഭാഗമായി തരംതിരിച്ചു വേണം വാസ്തവത്തിൽ പഠിക്കാൻ. 1 മാനസാന്തരം, 2 മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഇന്ന് രാത്രി മാനസാന്തരവും അതിന് യോഗ്യമായ ഫലവും രണ്ടും കൂടെ പറഞ്ഞു പോകാൻ എൻ്റെ മുൻപിൽ സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാനസാന്തരമെന്ന ആ പ്രഥമ ചിന്തയെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. എല്ലാവരും കൂടെ ചേർന്നൊന്ന് പറഞ്ഞാട്ടെ: മാനസാന്തരം. ഒന്നിച്ചൊന്ന് പറഞ്ഞാട്ടെ:
മാനസാന്തരം. എനിക്കറിയാം ഇത് ഒരു പഴഞ്ചൻ പ്രസംഗമാണ്. ഇന്നത്തെ ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, താല്പര്യപ്പെടാത്ത ഒരു കാര്യം, ഒരു പക്ഷെങ്കിൽ പ്രാഥമിക കാര്യമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന വിധത്തിലൊക്കെയാണ് ഇന്നിതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ വചനത്തിൻ്റെ തുടർമാനമായ ചിന്തകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും, മാനസാന്തരം തുടക്കം മാത്രമല്ല, മാനസാന്തരത്തിന് തുടർച്ചയുണ്ട്. ഒടുക്കം വരെ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടുന്ന ഒരു കാര്യമാണ് മാനസാന്തരം. ഈ മാനസാന്തരം സംഭവിക്കാത്ത ഒരൊറ്റ മനുഷ്യനും യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക്, നിത്യരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ടാകത്തില്ല എന്ന് ഇതിൻ്റെ തുടർമാനമായ ചിന്താഗതികളിൽ നമുക്ക് മനസ്സിലാകും. ഞാനതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. എന്തല്ല മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്നത് കേവലം മനസ്സിൻ്റെ മാറ്റമല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, മനസ്സിനുണ്ടാകുന്ന അന്തരമാണ് മാനസാന്തരം. മനസ്സിനുണ്ടാകുന്ന അന്തരത്തെ മാനസാന്തരം എന്ന് വിളിക്കാമോ എന്നെനിക്കറിയില്ല. പക്ഷേ ബൈബിൾ പറയുന്ന മാനസാന്തരം കേവലം മനസ്സിനുണ്ടാകുന്ന അന്തരമല്ല. കീബോർഡ് വായിക്കുന്ന ആള് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്, അദ്ദേഹം ആ ചെയർ എടുത്തിട്ട് മുകളിൽ വന്നിരുന്നാൽ അത് മനസ്സിനുണ്ടാകുന്ന അന്തരമാണ്. അതിനെ മാനസാന്തരം എന്ന് വിളിക്കുവാൻ കഴിയുമോ? പാട്ട് പാടുന്ന ആൾ ഇപ്പോൾ സ്റ്റേജിന് പുറത്തായിരിക്കുന്നത്, അതിലൊരാൾക്ക് തോന്നുക എനിക്ക് സ്റ്റേജിൽ തന്നെ ഇരിക്കണം, അത് മനസ്സിനുണ്ടാകുന്ന അന്തരമാണ്. ഇതിനെയെല്ലാം മാനസാന്തരം എന്ന് വിളിക്കുവാൻ കഴിയുമോ? സമാർ ടിവിയുടെ പ്രവർത്തകർ 2 ക്യാമറ 2 ഇടത്തായിട്ട് വെച്ചിരിക്കുക. അതിലൊരാൾക്ക് തോന്നുകയാണ് ക്യാമറ ഇവിടുന്ന് പൊസിഷൻ മാറ്റി വെക്കണം, അത് മനസ്സിനുണ്ടാകുന്ന അന്തരമാണ്. അതിനെ മാനസാന്തരം എന്ന് വിളിക്കുവാൻ കഴിയുമോ? മനസ്സിനുണ്ടാകുന്ന അന്തരങ്ങളെല്ലാം മാനസാന്തരങ്ങളല്ല, നമ്മളത് അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തല്ല മാനസാന്തരം? മനസ്സിനുണ്ടാകുന്ന കേവല മാറ്റമല്ല, വിശ്വാസങ്ങളുടെ ഒരു വ്യതിയാനമല്ല, വ്യക്തിപരമായ താല്പര്യങ്ങളുടെ ഒരു വ്യതിയാനമല്ല. പിന്നെ എന്താണ് മാനസാന്തരം എന്ന് പറയുന്നത്? അതിനെ നമ്മൾ അക്കമിട്ട് നിരത്തി പറയേണ്ടതാണ്. മാനസാന്തരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ മനോഭാവത്തിന് മാറ്റം സംഭവിക്കുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പാപത്തോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം സംഭവിക്കുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ മുഴുവാളത്വത്തിലേക്കും കാതലായ വ്യതിയാനം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കാൻ കഴിയുന്ന പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഉയർന്നവനും താണവനും ഒരുപോലെ ആവശ്യമുള്ള മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായ ആത്മീക വിഷയമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. സകല ദുശ്ചിന്തകളോടും സകല പാപപ്രകൃതങ്ങളോടും സകല പാപ സ്വഭാവത്തോടും എന്നേക്കുമായി യാത്ര പറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരാൾ തിരിയുന്നതിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇനി ഈ മാനസാന്തരം എന്ന വാക്കിനെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സാധാരണ മാനസാന്തരം എന്ന് പറയുമ്പോൾ അതിനെ 2 വിധത്തിൽ നമ്മൾ വിലയിരുത്തുന്നത് നല്ലത്. ഒന്ന് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ, 2 പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ മാനസാന്തരം എന്ന് പറയുന്ന വാക്ക് ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല. പഴയ പുതിയ നിയമങ്ങളിൽ മാനസാന്തരം എന്ന് പറയുന്ന പദം ഏതാണ്ട് 70 പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കിയാൽ 1-2 ഇടങ്ങളിൽ മാത്രമാണ് മാനസാന്തരം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് തത്തുല്യമായ ധാരാളം ആശയങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പൊതുവെ മാനസാന്തരം എന്ന ആശയത്തെ പഴയ നിയമത്തിൽ എടുത്തു കാട്ടുന്ന ഒരു എബ്രായ വാക്കാണ് നാഹം എന്ന് പറയുന്നത്. ഈ നാഹം എന്ന് പറയുന്നതിന് പല ആശയങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിങ്കലേക്ക് തിരിയുക. ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആശയം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് നാഹമാണ്, അത് മാനസാന്തരത്തിന്റെ ആശയമാണ്. 2, അനുതപിക്കുക. അനുതാപം എന്ന് പറയുന്ന സംഭവം പഴയ നിയമത്തിന്റെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കുവാൻ കഴിയുന്ന പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അവിടെ നാഹം എന്ന വാക്കാണ് ആ അർത്ഥത്തെ ധ്വനിപ്പിക്കുന്നത്. 3-ാമത്തെ കാര്യം, നെടുവീർപ്പിടുക എന്നുള്ളത്. എവിടെയെങ്കിലും ഒരുവൻ നെടുവീർപ്പിട്ടു എന്ന് കാണുന്നുണ്ടെങ്കിൽ അതും മാനസാന്തരത്തെ ജ്വലിപ്പിക്കുന്നതാണ്. 4-ാമത്തെ വാക്കാണ് വ്യസനിപ്പിക്കുക എന്ന് പറയുന്നത്. ആരെങ്കിലും ഒരാൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് വ്യസനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയും വിളിക്കുവാൻ കഴിയുന്ന പേരാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാഹം എന്ന വാക്ക് ഈ അർത്ഥങ്ങളെ അവിടെ ധ്വനിപ്പിക്കുന്നുണ്ട്. ഈ 4 വാക്കുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് പോലെ ഞാനൊന്ന് വിശദീകരിക്കുക. 1-ാമത്തെ കാര്യം, ദൈവത്തിങ്കലേക്ക് തിരിയുക. അതാണ് പഴയ നിയമം പറയുന്ന മാനസാന്തരം. ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആശയം? ഏതെങ്കിലും ഒരു പൊസിഷൻ ചേഞ്ച് ആകുക എന്നല്ല, അടിമുടി മാറ്റമാണ് ദൈവത്തിങ്കലേക്ക് തിരിയുക എന്നുള്ളതിന് ബൈബിൾ പഴയ നിയമത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, എന്നാൽ ഇപ്പോഴെങ്കിലും
നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ വാക്ക് നമുക്ക് പരിചയമല്ലേ, ഒരുമിച്ചൊന്ന് പറയാം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. അത് മലയാളത്തിൽ മാനസാന്തരം എന്ന വാക്ക് ഇല്ലെങ്കിലും സ്തോത്രം, ഇംഗ്ലീഷിന്റെ ചില പരിഭാഷകളിൽ മാനസാന്തരം എന്ന വാക്കുണ്ട്. repent sincerely and turn to me എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ മാനസാന്തരമാണ് ഇവിടുത്തെ വിഷയം. ദൈവത്തിങ്കലേക്ക് തിരിയുക, കേവലം തിരിയുക എന്നല്ല, അവിടെ കൃത്യമായിട്ട് പറയുന്നു ഇപ്പോഴെങ്കിലും. ഇപ്പോഴെങ്കിലും എന്ന വാക്ക് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നേരത്തെ സംഭവിക്കേണ്ടുന്ന ഒരു കാര്യം വളരെ വൈകിപ്പോയി. ഇപ്പൊ ഞാൻ പറയുകയാണ്, സ്തോത്രം, എനിക്ക് ഒരു 7 മണിക്ക് ടൈം തരേണ്ടതാണ്, പക്ഷെ തന്നത് 7:35-നാണ്. ഞാൻ അധ്യക്ഷനോട് പറയാം, ഇപ്പോഴെങ്കിലും തന്നല്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നായിരുന്നേ കൊള്ളായിരുന്നു. അധ്യക്ഷൻ എന്നോട് പറയുക, ഞാനൊരു 7:20 ഇവിടെ വന്നപ്പോൾ എന്നോട് പറയുക, ഇപ്പോഴെങ്കിലും ഇങ്ങ് വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഒരു 6:30 വരേണ്ടതാ, പക്ഷെ ഇപ്പോഴെങ്കിലും ഇങ്ങ് വന്നല്ലോ. മനസ്സിലാകുന്നുണ്ടോ? നേരത്തെ സംഭവിക്കേണ്ടത് വളരെ വൈകിപ്പോയി. അവിടെയാ പറയുന്നത് ഇപ്പോഴെങ്കിലും. അത് നമ്മൾ യോവേൽ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ വേണം അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിലേക്ക് ശരിക്കും ഒന്ന് പോയാലേ, യോവേൽ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ഇപ്പോഴെങ്കിലും എന്ന് പറയുന്ന ആ വാക്കിന്റെ ആശയം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതാണ്. യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ വിശേഷിച്ച് അതിന്റെ ഒരു 7-ാമത്തെ വാക്യം തൊട്ട് ഒന്ന് ശ്രദ്ധിച്ച്. അതെന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി, എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു, അതിനെ മുഴുവൻ തോലുരിച്ചു എറിഞ്ഞു കളഞ്ഞു, അതിൻ്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു. എന്നിട്ട് അങ്ങോട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ 10-ാമത്തെ വാക്യം, വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചു, പുതുവീഞ്ഞ് വറ്റിപ്പോയി, എണ്ണ ക്ഷയിച്ചു, ദേശം ദുഃഖിക്കുന്നു, കൃഷിക്കാർ ലജ്ജിക്കുന്നു, മുന്തിരിത്തോട്ടക്കാരും ഗോതമ്പിന്റെയും യവത്തെയും ചൊല്ലി മുറയിടുന്നു. ഇങ്ങനങ്ങോട്ട് തുടങ്ങി ഏറ്റവും ഒടുവിൽ 17-18 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ വിത്ത് കട്ടകട കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു, ധാന്യം കരിഞ്ഞു പോയിരിക്കുന്നു, പാണ്ഡികശാലകൾ ശൂന്യമായി പോയി, ഇങ്ങനെ ആടുകൾ ദണ്ഡനം അനുഭവിക്കുന്നു. ഇങ്ങനെ അവരുടെ ധനാഗമന മാർഗങ്ങൾ മുഴുവൻ അമ്പെ പരാജയപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? ധനാഗമന മാർഗങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി. അവർക്ക് ആശ വെക്കാൻ ഒന്നുമില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തി. ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യൻ തൊട്ട് മൃഗങ്ങൾ വരെ പട്ടിണിയിലായ ഒരു പശ്ചാത്തലം, മുഴുവൻ ഏരിയകളും തകർന്ന് തരിപ്പണമായ ഒരു പശ്ചാത്തലം. അവിടെയാണ് പറയുന്നത് ഇപ്പോഴെങ്കിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ജീവിതത്തിന്റെ നേരെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ദുരന്തങ്ങൾ ഒരു പെരുമഴ പോലെ പെയ്തിറങ്ങി വരുമ്പോൾ അത് നമ്മോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്, ദൈവത്തിങ്കലേക്ക് തിരിയാൻ. പിടികിട്ടുന്നുണ്ടെങ്കിൽ ഒരാമയെ പറഞ്ഞാട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, ദുരന്തങ്ങളൊക്കെ നമ്മളോട് പറയുന്ന ഒരു വാക്ക, ഒരു സന്ദേശം, ദൈവത്തിങ്കലേക്ക് തിരിയുക. ഞാൻ പറയാം, എല്ലായ്പ്പോഴും ഇന്നലെ പ്രസംഗിച്ച പാസ്റ്റർ ബിജു മുളവനെ പോലെ, ഇന്ന് പ്രസംഗിക്കുന്ന എന്നെ പോലെ, നാളെ വരാനിരിക്കുന്ന പാസ്റ്റർ പ്രിൻസ് തോമസിനെ പോലെ, സ്തോത്രം, ഒരുപക്ഷെ പാസ്റ്റർ മോഹൻദാസിനെ പോലെ, നമ്മുടെ ദൈവദാസനെ പോലെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രഭാഷകനോ ഒരു പാസ്റ്ററോ ഒരു അച്ഛനോ തിരുമേനിക്കോ നമ്മുടെ അടുക്കൽ വന്ന് സംസാരിക്കാൻ എല്ലായ്പ്പോഴും കനിഞ്ഞു എന്ന് വരത്തില്ല. അവിടെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മോട് സംസാരിക്കും. പിടികിട്ടുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. സാഹചര്യങ്ങൾ നമ്മോട് സംസാരിക്കും. ഇവിടെയും ഇതുപോലെ സാഹചര്യങ്ങളെ വിരൽ ചൂണ്ടിയിട്ട് ദൈവം പറയുക, ഇതൊക്കെ സംഭവിച്ചില്ലേ, ഇപ്പോഴെങ്കിലും എങ്കിലേക്ക് തിരിവീൻ. വെറുതെ തിരിഞ്ഞ പോരാ, പൂർണ്ണ ഹൃദയത്തോടെ തിരിയണം, ഉപവാസത്തോടെ തിരിയണം, കരച്ചിലോടെ തിരിയണം, വിലാപത്തോടെ തിരിയണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സ്ലോഗനൊക്കെ ചൊല്ലി ഒരു കളിപ്പീര് പരിപാടിയൊക്കെ നടത്തി ദൈവത്തിങ്കലേക്ക് തിരിയാമെന്നല്ല ഇവിടെ പറയുന്നത്. അതിന്റെ സകലയാർത്ഥപൂർണതകളോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ. അതിന്റെ 13-ാമത്തെ വാക്യം കുറച്ചുകൂടെ ഗൗരവമായിട്ടാണ് പറയുന്നത്. അവിടെ പറയുന്നു, വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി എങ്കിലേക്ക് തിരിവീൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ഈ യഹൂദന്റെ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ദുഃഖവാർത്ത കേട്ടാൽ അവർ പെട്ടെന്ന് വസ്ത്രം കീറുമായിരുന്നു. തെളിവുകൾ ഒരുപാട് തരാം. ഉൽപ്പത്തി പുസ്തകം 37:29, യോസഫ് കുഴിയിലില്ല എന്ന് കണ്ടപ്പോൾ രൂബൻ വസ്ത്രം കീറി എന്ന് വായിക്കുന്നുണ്ട്. അതേ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം, യോസഫ് മരിച്ചു എന്ന് കേട്ടപ്പോൾ യാക്കോബ് വസ്ത്രം കീറി എന്ന് വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വാക്യം, യോശുവ വസ്ത്രം കീറി. ഇയ്യോബ് 1:20, 2:12, ഇയ്യോബ് വസ്ത്രം കീറി. ദുഃഖകരമായ
ഏത് വാർത്ത കേട്ടാലും അവർ വസ്ത്രം കീറുമായിരുന്നു. കർത്താവ് പറയുന്നു, ഈ ഒരു പതിവ് പരിപാടി ഉണ്ടല്ലോ, അങ്ങനല്ല, ആ ചടങ്ങല്ല, നിങ്ങളുടെ ഈ പതിവ് ശൈലിയല്ല. വസ്ത്രം കീറണ്ട, ഹൃദയത്തെ കീറണം. ഒരാമയും പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ബാഹ്യമായി നമ്മൾ ചെയ്തു വന്ന ഒരു കർമ്മകാണ്ഡങ്ങളും കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആരും ചിന്തിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ആ ബാഹ്യ കർമ്മത്തിന്റെ അപ്പുറത്ത്, ചെയ്തു വന്ന ശീലത്തിന്റെ അപ്പുറത്ത് വസ്ത്രത്തെ അല്ല, ഹൃദയത്തെ കീറി എങ്കിലേക്ക് തിരുവി, ഇപ്പോഴെങ്കിലും തിരുവി. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉപയോഗിക്കേണ്ട സമയത്തെ കൃത്യമായി തന്നെ ഉപയോഗിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. ഈ 90 സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ മോശ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഒന്നുകൂടെ, ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. നാളുകൾ കഴിഞ്ഞുപോയി എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നാളുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല കേട്ടോ. സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. ഒരു തിരമാലയും ആർക്കു വേണ്ടിയും വെയിറ്റ് ചെയ്യാറില്ല. അതുപോലെ സമയവും ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നു. രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം 2 ഗിയറുണ്ട്, അല്ലെ? 2 ടൈപ്പ് ഗിയർ. മുൻപോട്ട് പോകുന്ന ഗിയറും പിൻപോട്ട് പോകുന്ന ഗിയറും. പക്ഷെ സമയത്തിന് മാത്രം ഈ 2 ഗിയർ ഇല്ല. അത് മുൻപോട്ട് മാത്രമേ പോകത്തുള്ളൂ. അമ്മേ, മുൻപോട്ടേ പോകത്തുള്ളൂ. നമ്മളത് ഈ സാധാരണ മരണ വീടുകളിലൊക്കെ നമ്മൾ പാടാറുണ്ട്. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലൂറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഊറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോടുന്നു. രാത്രിയിലെ നമ്മൾ ഉറങ്ങുക, നമ്മൾ മുഴുവനായി റെസ്റ്റ് ചെയ്യുക. പക്ഷേ അപ്പോഴും രഥത്തിന്റെ ചക്രം മുൻപോട്ട് ഓടുക. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞ, സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. രഥത്തിന്റെ ചക്രം മുൻപോട്ടോടുക. നാം തമ്മിൽ കാണും സമയം വിദൂരമല്ല, സമയമാം രഥം ഓടുന്നു വേഗമാ. ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും ഇത് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചുരുളത്തില്ല. ഓടിക്കൊണ്ടിരിക്കുകയാണ്, സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഒരു കാര്യം പറയാം. ഇതുകൊണ്ടാണ് മോശ 90 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. നാളുകളെ എണ്ണണമെന്ന് എണ്ണിട്ടുണ്ടോ വെച്ചാൽ, നാളിനെ എണ്ണിട്ടുണ്ടോ? ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട് നാളുകളെ. ഒരു ഉദാഹരണം പറയാം. 90 വയസ്സ് വരെ ഒരാൾ ജീവിക്കുമെങ്കിൽ എത്ര ദിവസം ജീവിക്കും? 90 ഗുണം 365 സമം 32,850 ദിവസം. 90 വയസ്സുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കൈയൊന്ന് കാണാം. 90 വയസ്സുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൈയൊന്ന് കാണാം. ഒറ്റ 90-കാരില്ല. സ്തോത്രം. 90-കാര് വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കൈയൊന്ന് കാണണം. 90 വയസ്സുള്ള ഇത്രയും പേരിരിക്കുന്നതിൽ 2 കയ്യെ ഞാൻ കാണുന്നുണ്ട്. 90 വയസ്സുള്ളവർ വീട്ടിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ക് പറയുന്നു അവിടം വരെ ചെല്ലാനുള്ള സാധ്യത കുറവാണ്.
പരമാവധി ഇട്ട് പറയുക, ജീവിച്ചാൽ 32,850 ദിവസമേ ജീവിക്കൂ. അതെ, 60 വയസ്സുകാർ ഇവിടെ ഇഷ്ടം പോലെ കാണും. എത്ര ദിവസം കഴിഞ്ഞെന്ന് ഞാൻ പറയാം. 21,950 ദിവസം കഴിഞ്ഞു 60-കാരന്. ഇനി ജീവിക്കാൻ എത്ര ദിവസം ഉണ്ടെന്ന് അറിയാമോ? 90 വരെ ജീവിക്കുമെങ്കിൽ 10,500 ദിവസമേ ഉള്ള മിണ്ടുന്നില്ല. എത്ര? 10,500. അതില് 1,500 ദിവസമെങ്കിലും ഉറങ്ങാനുള്ളതാണ്. ജീവിക്കാൻ 1,500 ദിവസമേ ഉള്ളൂ. 90 വരെ ജീവിച്ചാലാണ്. 45-കാരനോട് ഞാൻ പറയാം, 16,425 ദിവസം കഴിഞ്ഞു. ഇനി എത്ര കൂടെ ഉണ്ട്? 16,425 ദിവസം കൂടെ ഉണ്ട്. 90 വരെ ചെന്നാലുള്ള കാര്യം പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ സാധാരണ മരണ വീടുകളിൽ ധാരാളം പ്രസംഗിക്കാറുണ്ട്. എന്നെ അങ്ങനെ വിളിച്ചാൽ വല്ല സാധ്യതയുണ്ടെങ്കിൽ പോവുകയും ചെയ്യും. ഇന്നലെയും പ്രസംഗിച്ചു ഒരു മരണ വീട്ടിൽ. ഈ അടുത്ത ഒരു 1-1.5-2 വർഷമായിട്ടൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത ഈ അടക്ക ശുശ്രൂഷകൾ ശ്രദ്ധിച്ചാൽ മതി. മിക്കവാറും ഒരു 45-നും 50-നും 40-നും ഒക്കെ ഇടയിലുള്ള ചെറുപ്പക്കാരാണ് മരിക്കുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞത് സമയം ഒരുപാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴെങ്കിലും. ഹല്ലേലൂയ. ഒരുപാട് ദീർഘിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോഴെങ്കിലും എങ്കിലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. കർമാചാരങ്ങള്, അർപ്പണങ്ങള്, തർപ്പണങ്ങള്, തപങ്ങള്, ജപങ്ങള് ഒക്കെ വിട്ടിട്ട് വസ്ത്രത്തെയല്ല ഹൃദയത്തെ കീറി കർമ്മകാണ്ഡങ്ങളുടെ അപ്പുറത്തെ എങ്കിലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. ഇതാണ് മാനസാന്തരം. പഴയ നിയമം പറയുന്ന മാനസാന്തരം. സഖരിയ പ്രവചനം 1-3 വാക്യത്തിൽ, ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എങ്കലേക്ക് തിരുവീൻ, എങ്കലേക്ക് തിരുവീൻ. കർത്താവ് പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. ദൈവത്തിങ്കലേക്ക് തിരിയാതെ, ദൈവത്തിങ്കലേക്ക് തിരിയാതെ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും എന്ന് കരുതരുത്. ഹല്ലേലൂയ. ഈ വാസ്തവത്തിൽ ദൃശ്യമാധ്യമങ്ങളുടെ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ ക്രമാതീതമായി വർദ്ധിച്ചത് കൊണ്ട് നമ്മുടെ സ്പിരിച്വൽ ട്രെൻഡ് തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ ഈ പല TV ചാനലുകളിലൊക്കെ പ്രസംഗിക്കുന്ന ആളായതുകൊണ്ടും സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ സജീവമായതുകൊണ്ടും ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം പറയാം. ദൈവത്തെങ്കിലൊക്കെ ഒന്നും തിരിയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു 100 പ്രെയർ ലൈൻ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. സ്തോത്രം. പവർ വിഷന്റെ, ഹാർവെസ്റ്റ് TVയുടെ, ആ മിനിസ്ട്രിയുടെ, ഈ മിനിസ്ട്രിയുടെ, ഞങ്ങൾ തന്നെ 4 വർഷമായിട്ട് എല്ലാ ദിവസവും ഓൺലൈനിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആയിരക്കണക്കിന് ആളുകൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സർവീസിൽ തന്നെ സാധാരണ 10-700 പേര് ഒരു ദിവസം തന്നെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന പലരും ഇവിടെയുണ്ട്. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത് സൂമിലും യൂട്യൂബിലും നടക്കുക, എല്ലാ ദിവസവും നടക്കുക. അപ്പം ഈ ആളുകള് അവർ വിളിച്ചു പറയും, പാസ്റ്റർ പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ. പക്ഷെ അച്ഛാ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അതിനല്ല നിങ്ങളുള്ളത്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒക്കാത്തത് കൊണ്ടല്ല നിങ്ങളുള്ളത്. ഈ പരിപാടി ഒന്നും നടക്കത്തില്ല. ദൈവത്തെങ്കിലേക്ക് തിരിയണം, വ്യക്തിപരമായി തിരിയണം. കേൾക്കുന്നവരുണ്ടെങ്കിലോ രാമയും പറഞ്ഞു, വ്യക്തിപരമായി ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഓരോരുത്തരോടുമുള്ള ദൈവത്തിന്റെ ഇടപാടാണ് ദൈവത്തിങ്കലേക്ക് തിരിയുക. ഈ ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കുറച്ചുകൂടെ വിശദീകരിക്കുക. യെശയ്യാ പ്രവചനം 1-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ, നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവീൻ. കൺവെൻഷന്റെ അവസാന സമയത്ത് കരമുയർത്തിപ്പിടിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയുന്നു എന്ന് പറയുന്നതല്ല. അതിന് ഒരു പ്രവൃത്തി ഉണ്ടാകുക. എന്താ പ്രവൃത്തി? കഴുകി വെടിപ്പാക്കുകയാണ്. പ്രവർത്തികളുടെ ദോഷത്തെ നീക്കിക്കളയുകയാണ്. തിന്മ ചെയ്യുന്നത് മതിയാക്കുകയാണ്.
ന്യായം ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുകയാണ്. അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നതാണ്. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കുന്നതാണ്. ഇങ്ങനെ ദൈവത്തിങ്കലേക്ക് തിരുവി. ഞാൻ ഈ പറഞ്ഞതെല്ലാം കാതലായ കാര്യമായ മാറ്റങ്ങളുണ്ടായി ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇതാ പഴയ നിയമം പറയുന്ന മാനസാന്തരം. ഹല്ലേലൂയ. രണ്ടാമത്തെ പദം അനുതപിക്കുക എന്ന് പറയുന്നത്. അനുതപിക്കുക. ഈ അനുതപിക്കുക എന്ന് പറയുമ്പോ വാസ്തവത്തിൽ ഒരാൾ ചെയ്തു വന്നതിനോട് ദുഃഖമുണ്ടാകുക. മദ്യപിക്കുന്നയാള് മദ്യപിച്ചതിനോട് ദുഃഖം തോന്നുക. സ്തോത്രം. മയക്കുമരുന്ന് ഉപയോഗിച്ചു കൊണ്ടിരുന്നയാൾ അതിനെക്കുറിച്ച് ദുഃഖിക്കുക. അതാണ് അനുതപിക്കുക. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അയ്യോ ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് അനുതപിക്കുക. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായത്തിലെ വാക്കുകൾ. അയ്യോ ഞാൻ എന്തു ചെയ്തു പോയി. അതാണ് അനുതാപം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന സകലമാന ദൈവജനത്തോട് ഞാൻ പറയാം, നമ്മുടെ അകത്ത് പ്രിയരെ ഇങ്ങനൊരു അനുതാപം ഉണ്ടായാൽ നമ്മെക്കുറിച്ച് ദൈവവും അനുതപിക്കും. സ്തോത്രം. അപ്പൊ ആരെങ്കിലും ചോദിക്കും, ദൈവം പാപം ചെയ്തിട്ടാണോ അനുതപിക്കുന്നത്? അല്ല. സ്തോത്രം. നാം ചെയ്ത പാപം നിമിത്തം നമ്മിൽ വരേണ്ടുന്ന ചില ന്യായവിധികളെ കുറിച്ച് ദൈവം അനുതപിക്കുമെന്ന് ഞാൻ പറയാം. എവിടെ പാപമുണ്ടോ അവിടെ ന്യായവിധിയുണ്ട്. ഹല്ലേലൂയ. അത് അതിന്റെ ആധിക്യമനുസരിച്ച് വളരെ വലുതായിരിക്കും. പക്ഷേ ഈ മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ, ആ പാപത്തെ കുറിച്ച് അനുതപിച്ചാൽ, ദൈവമേ ഞാൻ അവയെ വിട്ടുകളയുന്നു എന്ന് ഹൃദയപൂർവം പറഞ്ഞാൽ, ആ വ്യക്തിയുടെ മേൽ വരാനിരിക്കുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവവും അനുതപിക്കും. ഞാനത് തെളിയിക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ചു. അത് വരുത്തിയതുമില്ല. 1,20,000-ൽ പരം ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് പട്ടുപോകേണ്ട ഇടത്ത് യോന എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യന്റെ മാനസാന്തരത്തിന്റെ പ്രസംഗ നിമിത്തം ആമേൻ അവർ അവരുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞു. നീനവെ രക്ഷപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞത്. ചില കുടുംബങ്ങളുടെ മേൽ, ചില തലമുറകളുടെ മേൽ വന്നു കയറേണ്ടുന്ന ചില ദുരന്തങ്ങളെ, വന്നു കയറേണ്ടുന്ന ചില ഭയങ്കര ശിക്ഷാവിധികളെ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന അനുതാപം കൊണ്ട് ദൈവം തട്ടിക്കളയാൻ പോകുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. തട്ടിക്കളയും, തട്ടിക്കളയും, തട്ടിക്കളയും. ആമേൻ. നിന്നെ ഈ ഭൂമിയുടെ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റത്തക്ക വിധത്തിൽ ഒരുങ്ങി വന്ന ചില കരുക്കളെ ഇന്ന് രാത്രി ദൈവം മുൻപാകെ സറണ്ടർ ആകുന്നു എന്നൊരൊറ്റ കാരണത്താൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ആപ്പാടെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ അനുഭവത്തെ നിന്റെ മുമ്പിൽ തുറന്നിടാൻ ഇന്ന് രാത്രി ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയാന് വാസ്തവത്തിൽ ഈ യോഗം വെച്ചേക്കുന്നത്. ജൂലൈ മാസം 14-ാം തീയതി മഴ തിമിർത്തു പെയ്യേണ്ടുന്ന രാത്രിയിൽ മഴ പെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ യോഗം ഇവിടെ നടത്തുന്നതിന്റെ പിന്നിൽ എല്ലാവരും യോഗം നടത്തുന്നു, എനിക്കും നടത്തണമെന്ന് ഈ കുടുംബത്തിന്റെ താല്പര്യം കൊണ്ടല്ല, ഈ സന്ദേശം ലോകത്തോട് പറയാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി അത് ഭംഗിയായി ഞങ്ങൾ പറയുകയാണ്. മടങ്ങി വരിക, മാനസാന്തരത്തിലേക്ക് തിരിച്ചു വാ. നിന്റെ ജീവിതത്തിന് നേരെ വരാൻ സാധ്യതയുള്ള ചിലതിനെ ഇന്ന് രാത്രി സ്വർഗം തട്ടിമാറ്റാൻ പോകുന്നു. Glory to God. Glory to God. Glory to God. Hallelujah. ഞാൻ ഇനി പുതിയ നിയമത്തിലേക്ക് വരാൻ പോവുകയാണ്. എന്താണ് പുതിയ നിയമത്തിലെ മാനസാന്തരം?
പുതിയ നിയമത്തിലെ മാനസാന്തരം എന്ന ആ ചിന്ത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ പറയുന്ന മാനസാന്തരം എന്ന പദത്തെ നമ്മൾ അറിയണം. പുതിയ നിയമത്തിൽ മാനസാന്തരം എന്നുള്ളതിന് സാധാരണ ബൈബിളിൽ ഉപയോഗിക്കുന്ന മൂലപദം മെറ്റാനോയിയാണ്. മെറ്റാനോയിയ. ആ മെറ്റാനോയിയ എന്ന് പറഞ്ഞാൽ ഞാൻ ധരിച്ചിരിക്കുന്നത് പോലെ വെള്ളയും ധരിക്കുക എന്നുള്ളതല്ല. മെറ്റാനോയിയ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കുക എന്ന്. പശ്ചാത്തപിക്കുക, ദുഃഖിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അത് കൃത്യമായി ദ്യോതിപ്പിക്കുന്ന ഒരു വാക്കാണ്. 2 കൊരിന്ത്യർ ലേഖനം 7-9 വാക്യം. അവിടെ വായിക്കുന്നു, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായിട്ട് ദുഃഖിച്ചതിനാൽ അത്രേ. അപ്പോ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുന്നതല്ല മാനസാന്തരം. ദുഃഖത്തിൽ നിന്നുളവായി വരുന്നതാണ് മാനസാന്തരം. അതവിടെ പറയുന്നു, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായിട്ട് ദുഃഖിച്ചതിനാൽ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നലകളിൽ സംഭവിച്ച പരാജയങ്ങൾ, ഇന്നലകളിൽ ഭവിച്ചുപോയ പാപങ്ങൾ, ഇന്നലകളിൽ ചെയ്തു പോയ സ്തോത്രം ചില കാര്യങ്ങൾ, അത് ചെയ്തു പോയി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ദുഃഖം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതാണ് മെറ്റാനോയിയ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദുഃഖമാണ് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം എന്ന് പറയുന്നത്. വചനം കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്നത് ഈ വിധ ദുഃഖമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പ്രസംഗം കേട്ടിട്ട് ചിരിച്ചെന്റെ ഇടപാട് തീർന്നു. നമ്മളിപ്പോ പ്രസംഗം കേൾക്കാൻ പോകുന്നത് ചിരിക്കാനാണ്. എന്തോ ചിരിയായിരുന്നെന്നറിയോ? ചിരിച്ച് ഞങ്ങളുടെ ഇടപാട് തീർന്നു. സുവിശേഷ പ്രസംഗത്തിന്റെ ഒരൊറ്റ ഇടങ്ങളിൽ പോലും ബൈബിളിൽ ചിരിച്ചു എന്ന് കാണുന്നില്ല. ചിരിച്ചിരിക്കാം, പക്ഷെ ചിരി അല്ലായിരുന്നു മെയിൻ, കരച്ചിലായിരുന്നു. ഹല്ലേലൂയ. പലരും കരയുകയാണ്. ദൈവത്തെ മുഖാമുഖമായി കണ്ട ഇടത്തെല്ലാം കരച്ചിലുണ്ടാകി. പഴയ നിയമത്തിൽ 2-3 സംഭവങ്ങൾ തരാം. യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ കണ്ടു. അവിടെ ഒരു ഭയങ്കര അറ്റ്മോസ്ഫിയർ. ഹോളി 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 എന്ന് സെറാഫുകൾ ഒരുത്തനോട് ഒരുത്തൻ പറയുകയാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവരാർത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുന്നു, ആലയം പുക കൊണ്ട് നിറയുന്നു. വാസ്തവത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ കാഴ്ച. ഈ കാഴ്ച കണ്ടപ്പോൾ ഈ മനുഷ്യൻ നിലവിളിക്കുന്ന, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. ദൈവത്തെ കണ്ടതാ. അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ്, പുള്ളിക്ക് എന്തെങ്കിലും പാപം ഉണ്ടായിരുന്നു? ഇല്ല. ദൈവത്തിന്റെ പരിശുദ്ധിയുടെ കാഴ്ചയുടെ മുൻപിൽ താൻ പോരാ എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മളെല്ലാം നമ്മുടെ വിശുദ്ധി അളക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരുവനുമായിട്ടാണ്. നോ നോ നോ, നമ്മൾ അടുത്തൊരുവനുമായിട്ടല്ല വിശുദ്ധി അളക്കേണ്ടത്, ദൈവവുമായിട്ടാണ്. ഒരാമയും പറഞ്ഞാട്ടെ, ദൈവവുമായിട്ട്. ദൈവത്തെ കാണണം. യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോൾ അവിടുത്തെ വിശുദ്ധിയുടെ കാഴ്ചയുടെ മുൻപിൽ അറിയാതെ നിലവിളിച്ചു പോയി, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. ഇതാണ് മാനസാന്തരം. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യോബ് പറയുന്നുണ്ട്, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. യോബ് എന്താ കാര്യം? 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പൊ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ യോബ് പറയും, ഞാൻ എന്നെ തന്നെ വെറുത്തുപോയി, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ദൈവത്തെ കണ്ടതാ. ദൈവത്തെ കണ്ടപ്പോൾ അടുത്തവര് പെഗ്ഗൂടടിക്കാൻ തോന്നുകയല്ല. ദൈവത്തെ കാണുമ്പോൾ തന്നെത്താൻ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്ന ലെവലിലേക്ക് കാര്യം തിരിയുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇതാണ് മാനസാന്തരം.
അതാ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് പശ്ചാത്താപമുണ്ട്, ദുഃഖമുണ്ട്. ഹല്ലേലൂയ. ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഭയങ്കര സംഘർഷം ഉണ്ട്. അതാണ് മാനസാന്തരം. ഇനിയും ഈ പുതിയ നിയമത്തിന്റെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്കും മറ്റും വരുമ്പോ സ്തോത്രം, മാനസാന്തരത്തെ വളരെ കാര്യമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. മത്തായി സുവിശേഷത്തിന്റെ പ്രഥമ ഭാഗത്തും അത് നമ്മൾ കാണുന്നുണ്ട്. മത്തായി 4:17 നോക്കിക്കേ. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ആ വാക്ക് കണ്ടോ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. അവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം നടത്തുന്ന ആത്മീക ഭരണമാണ്. അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞല്ലോ, എന്റെ രാജ്യം ഐഹികമല്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഒരു ഐഹിക രാജ്യമല്ല യേശു കർത്താവ് ഈ മണ്ണിൽ സ്ഥാപിച്ചത്. പിന്നെ എന്റെയും നിങ്ങളുടെയും അകത്ത് ഒരു ദൈവിക ഭരണമാണ്. നമ്മൾ ഈ കർത്താവ് എന്ന് പറയത്തില്ല, എല്ലാവരും കൂടെ ഒന്ന് പറയാമോ? കർത്താവ്, ലോർഡ്. ലോർഡ് എന്ന് പറയുമ്പോൾ കുരിയോസ്, കുരിയാക്കോൺ എന്നൊക്കെ നമുക്ക് വിളിക്കാം. കുരിയോസ് എന്ന് പറഞ്ഞാൽ യജമാൻ, ഉടമസ്ഥൻ, അധികാരി, കർത്താവ് എന്നൊക്കെയാണ്. അപ്പൊ ഞാൻ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോ, എന്റെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവ് എന്ന് സ്വീകരിക്കുമ്പോ, അതിന്റെ അർത്ഥം യേശു എന്റെ യജമാനനാണ്, യേശു എന്റെ അധികാരിയാണ്, യേശു എന്റെ ഉടമസ്ഥനാണ്. എന്റെ അപ്പന്റെ പേര് ജോൺ മാത്യു എന്നാണ്. എന്റെ അപ്പന്റെ പേര് മത്തായി ജോർജ് എന്നാണ്. മത്തായി ജോർജിന്റെ മകൻ ജോൺ മാത്യു, ജോൺ മാത്യുവിന്റെ മകൻ റെജി മാത്യു, റെജി മാത്യുവിന്റെ മകനും ഒരു മാത്യു ആണ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശു എന്റെ മകന്റെ കർത്താവാകത്തില്ല കേട്ടോ. യേശു എന്റെ മകന്റെ കർത്താവാകണമെങ്കിൽ എന്റെ മകൻ യേശുവിനെ കർത്താവായിട്ട് റിസീവ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയാം, ഞാന് ചാക്കോച്ചന്റെ മോനാണ്, മത്തായിച്ചന്റെ മോനാണ്, തോമാച്ചാന്റെ മോനാണ്, അതുകൊണ്ട് യേശുവിന്റെ കർത്താവാണ്. അല്ലല്ല, നിങ്ങൾ യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയണം. യേശുവാണ് എൻ്റെ കർത്താവെന്ന് വ്യക്തിപരമായി ഹൃദയത്തിനകത്തേക്ക് റിസീവ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതിന്റെ റിസൾട്ട് ഭയങ്കര കേട്ടോ. യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ റിസൾട്ട് ഭയങ്കരമാണ്. അതുവരെ ഭരിച്ചു മുടിച്ച സകല പൈശാചിക മണ്ഡലങ്ങളും അവർ ഒറ്റ മാത്രയിൽ വിട്ടുമാറുകയാണ്. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുരന്തങ്ങൾ കൊടികുത്തി വാഴുന്ന വീടുകളെ എനിക്കറിയാം. ദുരന്തങ്ങൾ കൊടികുത്തി വാഴുന്ന വീടുകൾ. ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ സാഹചര്യം എന്നോട് പറയുകയായിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ ഒരു പട്ടണത്തിൽ സാമാന്യം നല്ല നിലയിൽ വന്ന ഒരു ബിസിനസ്, സിമെന്റിന്റെ ബിസിനസ് ആയിരുന്നു, ഹോൾസെയിൽ ഡീലറായിരുന്നു. അവരുടെ പിതാവ് പൊടുന്നനെ പോയി മരിച്ചുപോയി, ഒറ്റ ദിവസം കൊണ്ട് മരിച്ചുപോയി. ഹോൾസെയിൽ ഡീലർ ആയതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കൊണ്ട് പോയി പുറത്ത് കിടക്കുക. അപ്പന്റെ ലിസ്റ്റ് നോക്കി എല്ലാവരുടെയും അടുക്ക ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ കൊടുത്തായിരുന്നു, കഴിഞ്ഞ ആഴ്ച കൊടുത്തായിരുന്നു, അതിനു മുമ്പ് കൊടുത്തായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ഒറ്റയടിക്കങ്ങ് പോയി. ബിസിനസ് നഷ്ടത്തിലായി. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത വന്നു കയറി. ബിസിനസ്സുകാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജാമ്യം നിന്നു. ജാമ്യം നിന്നവരൊന്നും ജാമ്യം നിന്ന് എടുത്തത് തിരിച്ചടച്ചില്ല. ഒടുവിൽ അതെല്ലാം ജാമ്യം നിന്നവരുടെ പേരിൽ വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ദിവസങ്ങൾക്കുള്ളിൽ തലയിൽ വന്നു കയറി. അങ്ങനെ ഇരിക്കെ ഈ സഹോദരൻ, സ്തോത്രം, ഈ മരിച്ചുപോയ അച്ചാന്റെ മകൻ ഒരു കടയിൽ കയറി മുട്ടപ്പപ്സ് കഴിച്ചു. മുട്ടപ്പപ്സ്, അതിൽ മുട്ട ചീത്തയായിരുന്നു. ഇൻഫെക്ഷൻ ഉണ്ടായി. 3 പേരാ മുട്ട കഴിച്ചത്. മിനിറ്റുകൾക്കുള്ളിൽ 3 പേരും ഹോസ്പിറ്റലായി. അതിൽ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ കയറി 10 ദിവസം കോമയിൽ പോയി. ഹല്ലേലൂയ. 10 ദിവസം കോമയിൽ നിന്ന് ഉണരുമ്പോൾ കിഡ്നി ഒന്ന് വീക്കായി പോയി.
ഡോക്ടർ പറഞ്ഞു കിഡ്നി ഒന്ന് എടുത്തു കളഞ്ഞേ പറ്റൂ. അങ്ങനെ ഒരു കിഡ്നി റിമൂവ് ചെയ്തു. ലക്ഷങ്ങളുടെ ബാധ്യത. ഒരു കിഡ്നി റിമൂവ് ചെയ്തു. ആ സമയത്ത് മൂത്ത കുഞ്ഞിന് ലിവറിനൊരു പ്രോബ്ലം ഉണ്ടായി. 35 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ചെലവായി. ഒടുവിൽ കൊച്ചു മരിച്ചുപോയി. ഹല്ലേലൂയ. ഏറ്റവും ഇളയ ഒരു കുഞ്ഞ്, സ്തോത്രം, 23 വയസ്സുണ്ട്, എഴുന്നേൽക്കില്ല. 23-കാരിക്ക് 18 കിലോ തൂക്കം, മുട്ട് ഒട്ടിയിരിക്കുകയാണ്, കാല് രണ്ടും നിവരില്ല. 18 കിലോ തൂക്കം. ഒരു കുടുംബത്തിന്റെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ സാത്താന്യ മണ്ഡലങ്ങൾ കേറി തകർത്ത് തരിപ്പണമാക്കിയ കുടുംബങ്ങൾ എത്രയാണ്. ഇതുപോലെയുള്ള എത്ര സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. ഞാൻ പറയാം, സാത്താന്യ മണ്ഡലങ്ങൾ ഇതുപോലെ കൊടികുത്തി വാഴുന്ന കുടുംബാന്തരീക്ഷത്തിനകത്ത് ഇന്ന് രാത്രി രക്ഷപ്പെടാൻ ആ തീർത്ഥയാത്രകളും ദാനധർമ്മങ്ങളുമല്ല സുഹൃത്തെ ഏറ്റവും മികച്ച കാര്യം. അതിലൊരൊറ്റ കാര്യമാണ്, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ യജമാനനായി, രാജാവായി സ്വീകരിക്കേ. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ ഉടമസ്ഥനായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭരണം നടത്തുന്നവൻ. ഈ സാത്താന്യ മണ്ഡലങ്ങൾ ഭരണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഗദരേന്യരുടെ ദേശത്തെ ഭൂതഗ്രസ്തന്റെ അകത്ത് 6000 യജമാനന്മാരായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. 18 വർഷം കൂനിയായ സ്ത്രീ. എന്റെ ചിന്തയിൽ അവിടുത്തെ അലോപ്പതിയും ആയുർവേദവും ഒക്കെ മാറി മാറി പരിശ്രമിച്ചു നോക്കി. ചിലര് പറഞ്ഞു L2-വിന്റെ പ്രശ്നമാണ്, ചിലര് പറഞ്ഞു L3-യുടെ പ്രശ്നമാണ്. L2-ഉം L3 ഒക്കെ നോക്കി 18 വർഷം പോയി. കൊച്ചമ്മ റാ പോലെ വളഞ്ഞു പള്ളിക്കകത്ത് നിൽക്കുക. പക്ഷെ യേശുവോടെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു, ഇവളെ സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു ദൈവദാസൻ എന്നുള്ള നില നിങ്ങളോട് പറയാം, ഡോക്ടറുടെ സ്റ്റെത്തിനും MRI സ്കാനിങ് മിഷനുകൾക്കും ലാബ് പരീക്ഷണങ്ങൾക്കും മനസ്സിലാകാത്ത ഒരു പ്രശ്നം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ അതിന് ഞാൻ പേര് പറയും, അതൊരു സാത്താന്യ ഇടപാടാ. അവിടെ ഏതോ ഒരു സാത്താന്യ മണ്ഡലം അധികാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അവിടേക്ക് നിങ്ങൾ യേശുവിനെ ഇൻവൈറ്റ് ചെയ്താൽ, യേശു നിങ്ങളുടെ യജമാനനായാൽ, ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ചിലതിന് പരിഹാരം സംഭവിക്കാൻ തുടങ്ങിയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ച് ഈ രാത്രി ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. 12 വർഷം രക്തസ്രവക്കാരിയായ സ്ത്രീ നാട്ടിലുള്ള മുഴുവൻ ഗൈനക് ഡിപ്പാർട്ട്മെന്റിലും കയറി ഇറങ്ങിയിട്ടും ഒരു സൗഖ്യമില്ല. അവൾ യേശുവിന്റെ അടുക്കൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു, ശക്തി പുറപ്പെട്ടു. യേശു പറഞ്ഞു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയാകും. രോഗം മാറി സൗഖ്യമാകാനല്ല പറഞ്ഞു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയാകാം. ബാധയാണ്, രോഗമല്ല. ഊമനും ചെകിടനുമായ ഒരു ചെറുപ്പക്കാരന് അപ്പൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോ ആമേൻ, അവന്റെ നാക്കിനൊരു കെട്ടുണ്ട്. ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്യാനല്ല പറഞ്ഞത്. ഊമനും ചെകിടനുമായ ആത്മാവേ, നിർവചിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധികളുടെ അകത്ത് നിന്റെ കുടുംബം അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ ആമേൻ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാത്താന്യ വ്യാപാരമുണ്ട്. അതിനെ പൊളിക്കാൻ കൃപാവരപ്രാപ്തന്മാരുടെ അടുക്കൽ നടന്നാൽ പോരാ. ഇന്ന് രാത്രി വ്യക്തിപരമായി യേശുവിനെ ഇൻവൈറ്റ് ചെയ്യണം. വ്യക്തിപരമായി യേശുവിനെ ഇൻവൈറ്റ് ചെയ്യണം. ഹല്ലേലൂയ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്തിടുമോ? നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്തിടുമോ?
എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി, നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയേ ഒന്നു മാത്രമേ. ഒരുമിച്ച് എന്റെ യേശുവേ. പറ്റുമെങ്കിൽ കരമൊന്ന് ഉയർത്തി പിടിച്ച് എന്റെ ആശയേ നീ ഒന്നു മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി, നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി. എന്റെ യേശുവേ, എന്റെ എന്റെ ആശയേ, എന്റെ ആശയേ നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയേ ഈ ഒന്നു. ആ നാമം ഒരിക്കൽ കൂടെ യേശു പഠിക്കല്ലവരും ചേർന്ന് യേശു, യേശുവാരിലും, യേശുവാരിലും വലിയവൻ യേശു. ഓ യേശു, യേശു, യേശുവാരിലും മതിയാ. ഒന്നുകൂടെ നാമത്തെ ഉറക്കെ വിളിച്ചേ യേശു, യേശു, യേശുവാരിൽ, യേശുവാരിൽ ഓ യേശു, യേശു. Love you Lord. യേശു മതിയായവൻ. ഓ യേശുവാരിലും, യേശുവാരിലും മതിയായ. വന്നുകൊണ്ടെന്ന് പാടിക യേശുവാരിലും, യേശുവാരിലും മതിയായവൻ. നനയുന്ന ഇടത്താരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ ഈ ഫ്രണ്ടിൽ വന്നാട്ട് ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള സാഹചര്യമുണ്ട്. ദയവായി ആ ബായ്ക്കിൽ ആ സെന്റർ ഭാഗത്തിരിക്കുന്ന ആ പന്തലുകളുടെ ജോയിന്റുകളുടെ അടുക്കൽ ഇരിക്കുന്നവർ ദയവായി നിങ്ങൾ മുൻപോട്ട് വന്നാട്ടെ. ഇവിടെ വേഗം സംഘാടകർ ചിലർ മുൻപോട്ട് വന്നാട്ടെ. ചില ചെയറുകൾ ഫ്രണ്ടിലോട്ട് ഒരു 2 റോ ചെയർ ഈ ഫ്രണ്ടിൽ സഹോദരിമാരുടെ സൈഡിൽ ദയവായി അറേഞ്ച് ചെയ്ത് കൊടുത്താട്ടെ. താങ്ക് യു ജീസസ്. ഈ മഴ വേഗം മാറും, ഈ മഴ വേഗം മാറും. ഹല്ലേലൂയ. മുൻപോട്ട് വന്നാട്ടെ. കുഞ്ഞുമായിട്ടൊക്കെ ദയവായിട്ട് ഇങ്ങ് മുൻപോട്ട് വന്നാട്ടെ. സ്പീക്കറിന്റെ അടുത്താകുമെന്ന് മാത്രമേ ഉള്ളൂ, എന്നാലും നിങ്ങൾക്ക് ഇവിടെ സൗകര്യമായിട്ട് ഇരിക്കാൻ കഴിയും. ദയവായി ആ മിക്സറിന്റെ അടുത്ത് നിൽക്കുന്നവർ മുൻപോട്ട് വന്നാട്ടെ. സംഘാടകര് ചിലരെ ചെയർ കൊണ്ട്, കുറച്ച് ചെയർ കൊണ്ട് മുൻപോട്ട് ദയവായി പെട്ടെന്നൊന്ന് വന്നാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശു വരുന്നത് നല്ലതാണ്, യേശു വരുന്നത് നന്മയാണ്, യേശു വരുന്നത് നമുക്ക് അനുഗ്രഹമാണ്. ആമേൻ. യേശു വരുന്നത് നമുക്ക് ശ്രേഷ്ഠതയാണ്. ഹല്ലേലൂയ. പിടികിട്ടുന്നവർ, ആ ബോധ്യമുള്ളവർ, ആ ദൂത് മനസ്സിലാകുന്നവർ ആ കരമൊന്ന് ഉയർത്തി പിടിച്ച് ഒരുമിച്ച് ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്. ഹല്ലേലൂയ. Kingdom of God,
ദൈവരാജ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ യേശു നമ്മുടെ അകത്ത് ഭരിക്കാനായിട്ട് വരുന്നതാണ്. യേശുവിനെ ഉടമസ്ഥനായി, യജമാനനായി, അധികാരിയായി, കർത്താവായി ഹൃദയത്തിൽ റിസീവ് ചെയ്യുന്നത് മുതലാണ് യേശു ഭരിക്കാനായി നമ്മുടെ അടുക്കൽ വരുന്നത്. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഐഹികമായ രാജ്യമല്ല. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ അകത്ത് യജമാനനായി, ഉടമസ്ഥനായി, രാജാവായി ഭരിക്കാൻ വരുന്ന ആ രാജ്യം സമീപിച്ചിരിക്കുന്നു. അതിലേക്കുള്ള പ്രവേശനത്തിന്റെ മിനിമം യോഗ്യത ബൈബിൾ പറയുന്നു സഹോദരങ്ങളെ, അത് മാനസാന്തരമാണ്. ദൈവരാജ്യം ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ലഭ്യമാകുന്നതല്ല. ദൈവരാജ്യം മാനസാന്തരപ്പെടുന്നത് കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്നതാണ്. മാനസാന്തരപ്പെടാത്ത ഒരൊറ്റ മനുഷ്യനും ദൈവരാജ്യത്തിൽ പ്രവേശനം ഇല്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിന്റെ തൊട്ടടുത്ത് ഒരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്. ഞാൻ ഈ സാധാരണ അവിടുത്തെ പാട്ടുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. രാവിലെ തയ്യാറാകുന്ന സമയത്ത് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. അതില് അവിടുത്തെ ശുശ്രൂഷകളിൽ തുടർമാനം പാടുന്ന ഒരു പാട്ടുണ്ട്. കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുളണമേ നല്ല ഓർമ്മ, നിന്റെ മഹത്വം ഉദിക്കുന്നാൾ നിൽക്കണം അവർ വലഭാഗത്തായി. എനിക്കത് പാടാൻ അറിയാം, പാടുന്നില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പാട്ട് നല്ലതാണ്, ലിറ്റർജി സൂപ്പറാണ്. നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചവർക്ക് അരുളണമേ നല്ല ഓർമ്മ. ഭക്തനായിട്ട് മരിക്കണം. ഭക്തനായിട്ട് മരിച്ചാൽ നല്ല ഓർമ്മയുണ്ട്. ഭക്തനായിട്ട് മരിക്കുന്നത് എങ്ങനെയാണ്? മരിച്ചു കഴിയുമ്പോൾ വെള്ളത്തുണി പുതപ്പിച്ചിട്ട് ഭക്തനാണെന്ന് പറയുന്നതാണോ? അല്ലെന്നേ. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ധനവാന്റെ വീട്ടിൽ നമ്മളൊക്കെ ഉണ്ടെങ്കിൽ എന്തെല്ലാം പറഞ്ഞേനെ പുള്ളിയെ. ഞങ്ങളുടെ ചർച്ച വെച്ച് തന്നത് ക്രിയ കർത്താവിന്റെ ദാസനാണ്, സ്വർഗത്തിൽ ചെന്ന് കാണാമെന്നൊക്കെ ധനവാന്റെ വീട്ടിൽ നമ്മൾ ഉണ്ടായിരുന്ന അനുശോചനത്തിൽ പറഞ്ഞേന്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. മരിച്ചു കഴിഞ്ഞിട്ട് ഭക്തനാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ല. ഭക്തനായി മരിക്കണമെങ്കിൽ ഭക്തനായിട്ട് ജീവിക്കണം. ഭക്തനായി ജീവിക്കുന്നവന് മാത്രമേ ഭക്തനായി മരിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഭക്തനായി മരിക്കുന്നവനാണ് മഹത്വം ഉദിക്കുമ്പോൾ നല്ല ഓർമ്മയുണ്ടാകുന്നത്. അല്ലാത്ത ഒരാൾക്ക് നല്ല ഓർമ്മയുണ്ടാകത്തില്ല. അതുകൊണ്ട് പറയുന്നത്, കുഞ്ഞെ, യേശുവിനെ നിന്റെ ജീവിതത്തിൽ കർത്താവായി, യജമാനനായി, ഉടമസ്ഥനായി, രാജാവായി നീ സ്വീകരിക്കണം. അതിനൊരു ചെലവുമില്ല കേട്ടോ. ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അവിടെ മുതൽ കാര്യം മാറും. യേശു നിങ്ങളുടെ അകത്തേക്ക് വരും. അവിടെയാണ് ദൈവരാജ്യം നിങ്ങളുടെ അകത്ത് സ്ഥാപിതമാകുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. ഇപ്പൊ മാനസാന്തരത്തിന്റെ ആവശ്യകത പുതിയ നിയമത്തിൽ എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ പ്രവേശനത്തിന് മാനസാന്തരം ഉണ്ടായേ പറ്റും. ഹല്ലേലൂയ. കർത്താവിന്റെ പഠിപ്പിക്കലിൽ അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയും. എന്റെ പ്രിയരെ, മാനസാന്തരം പറയാത്ത പ്രസംഗം വാസ്തവത്തിൽ സുവിശേഷ പ്രസംഗമല്ല. വേറെ എന്തെല്ലാം പറഞ്ഞാലും സുവിശേഷ പ്രസംഗത്തിൽ മാനസാന്തരം ഉണ്ടായിരിക്കണം. ഞാനത് തെളിയിക്കാം. ലൂക്കോസ് 24:47 അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. എല്ലായിടത്തും പ്രസംഗിക്കണം. എന്നാ പ്രസംഗിക്കണം? മാനസാന്തരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മാനസാന്തരം പ്രസംഗിക്കാത്ത കൺവെൻഷൻ അല്ല. ഹല്ലേലൂയ. ഇത് പ്രസംഗിക്കപ്പെടേണ്ട കാര്യമാണ്. മത്തായി സുവിശേഷം 11:20 മാനസാന്തരമില്ലായ്മ കർത്താവ് ശാസിച്ച ഒരു കാര്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി. ഖോരസീന, നിനക്ക് ഹാ കഷ്ടം. ബേത്സയിദയെ, നിനക്ക് ഹാ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. വീര്യപ്രവർത്തികൾ നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ ശാസിച്ചു. അപ്പൊ വീര്യപ്രവർത്തി എന്തിനാണ്? മാനസാന്തരത്തിന്.
രോഗസൗഖ്യം കിട്ടിയിട്ടുള്ളവർ മാത്രം ആ കരം ഒന്ന് ഉയർത്തിക്കുക. രോഗസൗഖ്യം കിട്ടിയിട്ടുള്ള സ്തോത്രം. ചിലർക്കൊക്കെ രോഗസൗഖ്യമേ കിട്ടിയിട്ടില്ല. കോവിഡാനന്തര കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് അത് പറയാനേ പറ്റില്ല. നമ്മളെല്ലാം രോഗസൗഖ്യം കിട്ടിയവരാ. അയ്യോ സ്തോത്രം. ചത്തുപോകുമെന്ന് ചിന്തിച്ച എത്രയോ ഇടങ്ങളുണ്ടല്ലേ. ആമേൻ. മാനസാന്തരം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യം കിട്ടിയവർക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം അവിടെ നമ്മൾ വായിക്കുന്നു, തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു. അപ്പോ വീര്യപ്രവർത്തി കർത്താവ് ചെയ്തത് താൻ ഒരു മിറക്കിൾ വർക്കർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല. അത് പ്രാപിക്കുന്നവന് മാനസാന്തരം ഉണ്ടാകണമെന്ന് ഓർത്ത. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ ഒരു പാസ്റ്ററുണ്ട്, ഒരു സീനിയർ പാസ്റ്റർ, പാസ്റ്റർ കെ.വി. ജോയിക്കുട്ടി. ഇവിടെ ഇരിക്കുന്ന ചിലർക്കറിയാമായിരിക്കും. കെ.വി. ജോയിക്കുട്ടി പാസ്റ്ററുടെ അമ്മാമ്മയുടെ തലയിൽ ഒരു തേങ്ങ വീണു. തലയൊട്ടി പൊട്ടി. ആ തലയൊട്ടി സർജറി ചെയ്തു. ഈ മണിക്കൂറുകൾ നീണ്ട സർജറിയാണ്. ഈ തലച്ചോറിന് നീരുണ്ടായി. അപ്പൊ ഈ തലയുടെ ഒരു ഭാഗം വെട്ടിയെടുത്താണ് അവർ സർജറി ചെയ്തത്. സ്തോത്രം. എന്നിട്ട് ഈ അസ്ഥിയുടെ ഈ ഭാഗം അവർക്ക് ആ തലയിൽ വെക്കാൻ പറ്റിയില്ല. കാരണം നീർക്കെട്ടാണ്, അവർക്ക് വെക്കാൻ പറ്റിയില്ല. അതിന് അവരെന്ത് ചെയ്തെന്നറിയാമോ? ഈ തലയൊട്ടിയുടെ പാർട്ട് വയറിനകത്ത് വെച്ചു. സ്തോത്രം. 6 മാസം അങ്ങനെ പോയി. ആ സ്കിന്നിട്ട് സ്റ്റിച്ച് ചെയ്തു. ആ സ്കള്ളില്ല അവിടെ. സ്തോത്രം. ആ സർജറി ചെയ്ത ഇടത്ത് അതിനൊരു പ്രത്യേക കണക്കുണ്ട്. ഞാനത് മറന്നുപോയി. എന്നോട് കുറെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് ആ ഒരു പ്രത്യേക അളവിലാണ് അവർ കട്ട് ചെയ്തെടുത്തത്. അത് വയറിനകത്ത് വെച്ചുകൊണ്ട് നടന്ന 6 മാസം. സ്തോത്രം. പിന്നീട് സർജറി ചെയ്തത്. ഞാൻ പറഞ്ഞത്, കിടക്കയിൽ കിടന്നു പോകുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ജോയിക്കുട്ടി പാസ്റ്ററും ആൻറ്റിയും ഞങ്ങളുടെ ചർച്ചയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ചർച്ചയിൽ ആരാധന നടത്തിയത് അവരാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് എത്രയോ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. എത്രയോ അത്ഭുതകരമായ സൗഖ്യങ്ങൾ. ക്യാൻസർ 4th സ്റ്റേജിൽ എത്തിയിട്ട് 3 മാസത്തെ അവധി പറഞ്ഞ് വീട്ടിൽ വിട്ട എത്രയോ പേര് ആമേൻ ഇപ്പോ 10 വർഷം കഴിഞ്ഞിട്ടും ജീവനോടെയുണ്ട്. രോഗസൗഖ്യങ്ങളുടെ ദൈവമാണ് ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവർ കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ജഹോവ റാഫ. ഹല്ലേലൂയ. അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇന്ന് രാത്രിയിലും കർത്താവ് സൗഖ്യം തരും. പക്ഷെ സൗഖ്യം തരുന്നത് കുറച്ച് നാൾ കൂടെ ജീവിക്കാനല്ല, ഈ വചനമനുസരിച്ച് നമുക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. ചെറുതും വലുതുമായ രോഗസൗഖ്യങ്ങൾ അനുഭവിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിച്ച വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, മാനസാന്തരങ്ങൾ നമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു യഥാസ്ഥാപനം, ഒരു മടങ്ങി വരവ് നമുക്ക് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയ കാര്യമാണ്. നമുക്ക് ആരോഗ്യമുള്ള ശരീരമുള്ളത് വലിയ കാര്യമാണ്. കഴിഞ്ഞിടയ്ക്ക് എന്നെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, സ്തോത്രം, ആ സഹോദരിക്ക് 3 മക്കളാണ്, 3 പെൺമക്കൾ. ഭർത്താവിന് ലിവർ സിറോസിസ് ആണ്. അത് ഭയങ്കര സിവിയറാണ്. കൂടാതെ അദ്ദേഹത്തിന് കഴുത്ത് മുതൽ ഉദരം വരെ സ്റ്റെൻഡ് ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 3 പെൺമക്കൾ. അതിൽ മൂത്തയാൾക്ക് തലച്ചോറിൽ ഒരു തടിപ്പുണ്ട്, ക്യാൻസറസ് ആണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ആൾക്ക് ആമേൻ അന്നനാളത്തിൽ ഒരു തടിപ്പുണ്ട്, അതും ക്യാൻസറസ് ആണ്. മൂന്നാമതൊരു പെൺകുട്ടിയുണ്ട്, ആക്സിഡന്റ് ഉണ്ടായി കാല് മുഴുവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അവർ പറഞ്ഞു, പാസ്റ്റർ നട്ടലിന് പ്രശ്നമാണ്. ഞങ്ങളുടെ വീട്ടിൽ 5 പേരും മരുന്ന് കഴിക്കുന്നവരാണ്. സ്തോത്രം. 5 പേരും മരുന്ന് കഴിക്കുന്നവരാണ്. ഞാൻ ചോദിച്ചു, വേറെ ആരുണ്ട്? പപ്പ ഉണ്ടായിരുന്നു, ക്യാൻസറായിട്ട് മരിച്ചുപോയി. മറ്റേ ആരുണ്ട്? എൻ്റെ ആങ്ങളയുണ്ട് പാസ്റ്റർ, പുള്ളിക്കും ക്യാൻസറാണ്. ഒരു വീടിൻ്റെ ദുരന്തം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യർ ഈ മണ്ണിലുണ്ട്. ഹല്ലേലൂയ. അവരുടെ നടുവിലാണ് ഹല്ലേലൂയ നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ഇത് നമ്മുടെ കഴിവ് കൊണ്ടും ആരോഗ്യശീലങ്ങൾ കൊണ്ടൊന്നുമല്ല.
ആമേൻ. എന്തോ ആമേൻ ദൈവം തന്ന ഒരു കരുണ കൊണ്ട് നമ്മൾ അങ്ങ് ജീവിച്ചു പോകുക. ഓരോ ദിവസവും ആമേൻ കിടക്ക വിട്ട് ആരോഗ്യത്തോടെ ഉണരുമ്പോ നിങ്ങൾ അറിയണം, ഒരു പുതിയ ദിവസം തന്നത് കുറച്ച് കഞ്ഞിയും കപ്പയും കൂടെ കഴിക്കാനല്ല, ഒരു മാനസാന്തരം ഉണ്ടാകുമെന്നോർത്തിട്ടാണ്. കോരസീന് നിനക്ക് ഹാ കഷ്ടം, ബേത്സയിദയെ നിനക്ക് ഹാ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ മാനസാന്തരപ്പെടുമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ചെയ്യുന്ന ഓരോ മിറക്കിളുകളുടെയും ഉദ്ദേശം മാനസാന്തരമാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, കർത്താവിന്റെ പ്രഥമ ആഗമനോദ്ദേശം തന്നെ മാനസാന്തരം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ബൈബിൾ അങ്ങനെ പറയുന്നു. ലൂക്കോസ് 5:32, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്രയേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ കുറെ നീതിമാന്മാരെ വിളിക്കാൻ വന്നതല്ല, ഞാൻ പാപികളെ വിളിക്കാൻ വന്നത്. അതാ പറഞ്ഞു, അവിടുത്തെ ആഗമനോദ്ദേശം മാനസാന്തരം ആണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ ലൂക്കോസ് 15 കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് ഉള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിന്റെ സന്തോഷം ഒരുവന്റെ മാനസാന്തരമാണ്. ഹല്ലേലൂയ. ദൂതന്മാരുടെ സന്തോഷം ഒരുവന്റെ മാനസാന്തരമാണ്. ലൂക്കോസ് 15:10. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിന്റെ സന്തോഷം മുഴുവൻ ഈ മാനസാന്തരമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, റെജിപ്പാസ്റ്റ് എത്ര ഭംഗിയായി മാനസാന്തരം വിവരിച്ചാലും മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടമുണ്ട്. ഹല്ലേലൂയ. നല്ല ശബ്ദമാണ് കേട്ടോ, നല്ല സൗണ്ട് സിസ്റ്റം. ഞാൻ വന്നപ്പോഴേ ജോൺസനോട് ചോദിച്ചു ആരാണ് സൗണ്ട് എന്നൊക്കെ. അപ്പം എന്നോട് പറഞ്ഞു നല്ല സൗണ്ടാ, കുഴപ്പമില്ല, നല്ല സൗണ്ടാ, കുഴപ്പമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇതെല്ലാം നന്നായി ഒരുക്കിയാലും, നല്ല ക്വയറിനെ വിളിച്ചു നിർത്തി പാടിച്ചാലും, എത്ര നന്നായി പ്രസംഗിച്ചാലും മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടരുണ്ട്. അവരോട് ഇന്ന് രാത്രി കർത്താവിന് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. അത് റോമാലേഖനത്തിൽ നിന്ന്. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിക്കുന്നുവോ? ഇന്ന് രാത്രി ഇത്രയും പറഞ്ഞിട്ടും പെന്തക്കോസ്തുകാരുടെ നമ്പരാ ഇതൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്ന കൊച്ചമ്മേ, ഇന്ന് രാത്രി നിങ്ങളോടൊരു ചോദ്യമുണ്ട്. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ, ദൈവം നിന്നെ തിരിച്ചു പിടിക്കാനാണ് ഈ ദൂത് പറയുന്നതെന്നറിയാതെ, ദൈവത്തിന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിക്കുന്നുവോ? ഇന്ന് രാത്രി നിരസനമല്ല, ഈ രാത്രി മാനസാന്തരമാണ് ആവശ്യം. പാപത്തോട്, പാപപ്രകൃതങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞ് മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞു വരിക. ഇതാണ് ഈ രാത്രി കർത്താവ് ആവശ്യപ്പെടുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് മാനസാന്തരപ്പെടാൻ കഴിയണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും മാനസാന്തരപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാൻ അവസരം ഉണ്ടാകുമ്പോൾ മാനസാന്തരപ്പെടണം. ഈ പ്രസംഗം തുടങ്ങിയതിന് ശേഷം 2 പ്രാവശ്യം മഴ വന്ന് പെയ്തു പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ഹല്ലേലൂയ, ഈ ദൂത് ഇവിടെ പുറപ്പെടുന്നതും ഈ മഴ മാറുന്നതും നിങ്ങൾ ഈ ദൂത് കേൾക്കാൻ തന്നെയാണ്. വേറൊരു കാര്യം ഇതിന്റെ പിന്നിലില്ല. ഇതിവിടെ കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കാരണം ചിലർ ഇന്ന് രാത്രി മടങ്ങി വരാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്കുള്ള സമയമാണ്. നമ്മൾ വായിക്കുന്നില്ലേ, ഇപ്പോഴാകുന്നു രക്ഷാദിവസം,
ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇന്ന് രാത്രി മടങ്ങി വരാൻ ദൈവം നിന്റെ മുമ്പിൽ തുറന്നു വെക്കുന്ന സമയമായത്. എന്നിട്ടും മടങ്ങി വരാൻ, മാനസാന്തരത്തിലേക്ക് വരാൻ, ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും കഴിഞ്ഞു എന്ന് വരത്തില്ല. എബ്രായ ലേഖനം 12:17 നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല. മോളെ അതൊന്ന് വായിക്കണേ. കാരണം ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഇതൊക്കെ എഴുതിയിട്ടുള്ളതാണോ എന്നൊരു സംശയം ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എബ്രായ ലേഖനം 12:17 അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടി വായിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ യോഗങ്ങൾക്ക് ബൈബിൾ കൊണ്ട് വരത്തില്ല, വന്ന തുറക്കുകയില്ല, തുറക്കത്തില്ല. അതൊക്കെ നമ്മുടെ ഒരു ശീല. സ്തോത്രം. അതുകൊണ്ടൊന്ന് വായിച്ച് കേട്ടേക്കാം. എബ്രായർ 12:17. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോട് കൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ തന്ന ബൈബിളാണോ? അല്ലല്ലോ. ഞാൻ കൊടുത്ത ബൈബിളൊന്നുമല്ല. നിങ്ങളുടെ എല്ലാവരുടെയും ബൈബിൾ ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. പിന്നത്തേതിൽ മാനസാന്തരത്തിനായിട്ട് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചു, പക്ഷേ മാനസാന്തരത്തിന് ഇട കണ്ടില്ല, തള്ളപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞു, ചിലപ്പോ ആഗ്രഹിച്ചാൽ പോലും നടന്നു എന്ന് വരത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ വാക്യം മാത്രമല്ല കേട്ടോ, ഒരു വാക്യം കൂടെ വായിച്ചേരാം. എബ്രായ ലേഖനത്തിൽ തന്നെ 6-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 6-ാമത്തെ വാക്യം. പിന്നീട് ചിലപ്പോ ആഗ്രഹിച്ചാൽ നടക്കത്തില്ലേ, ഇപ്പോ ഇതാ സമയം. വായിച്ചു. 6 തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ യുവാവേ, നീ അതിനായി സറണ്ടർ ആകണം. ഞാൻ പറയും, ഒരു ദോഷം വരത്തില്ല. ബൈബിളിൽ ചോദിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ചോദ്യമുണ്ട്, നീതിമാനായി മുടിഞ്ഞുപോയവൻ ആരുള്ളൂ? രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ ചാലഞ്ച് ചെയ്ത് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് വല്ല ദോഷം ഉണ്ടായോ? മിണ്ടുന്നില്ല, പറ. ഇല്ല. രക്ഷിക്കപ്പെട്ട് ഇറങ്ങിയപ്പോ നിന്റെ പെൺപിള്ളാരെയും കൊണ്ട് നീ എന്തോ ചെയ്യടാ? നീ ചിരട്ടയെടുത്ത് തെണ്ടുന്നത് ഞങ്ങൾ കാണുമടാ എന്ന് പറഞ്ഞ നമ്മുടെ വീട്ടിലെ കുറച്ച് മൂത്ത അച്ചാച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു. തെണ്ടിയോ? പറ. ആ പറഞ്ഞവരെക്കാളൊക്കെ ശ്രേഷ്ഠമായി അങ്ങനെയുള്ളവരുടെ തലമുറകളെ വിവാഹം കഴിപ്പിച്ചതല്ലാതെ ഒരു കുറവും വന്നില്ല. സ്വതന്ത്രം. അത് ദൈവത്തിന്റെ വിശ്വസ്തത, മിടുക്ക് കൊണ്ടും മികവ് കൊണ്ടും ഒന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഈ വേദി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യമായിട്ട് പറയാം, റെജി എന്ന എനിക്ക് ഒരുപാട് കഴിവുള്ളത് കൊണ്ടല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ആമേൻ. ഒത്തിരി മിടുക്കുള്ളത് കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, എന്നെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിങ്ങളെ മാറ്റാനും ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി വാ, യേശുവിങ്കലേക്ക് വാ. ഹല്ലേലൂയ, യേശുവിങ്കലേക്ക് വാ. ഈ പണ്ട് നമ്മുടെ കൺവെൻഷനുകളുടെ ഓൾട്ടർ കോളിലൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള പാട്ടൊന്നും ഇല്ല. പണ്ടത്തെ നമ്മുടെ കൺവെൻഷൻ സ്റ്റൈലിലുള്ള ഒരു പാട്ടുണ്ടായിരുന്നു. വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. ഒന്നുകൂടെ പാടിക്കേ. വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. ഈ രാത്രി കർത്താവ് വിളിക്കുക, വാ യേശുവിങ്കലേക്ക് വാ. ഹല്ലേലൂയ. ഹൃദയത്തിൽ കർത്താവിന് ഇടം കൊടുക്ക്. മാനസാന്തരത്തിലേക്ക് ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് ക്ഷണിക്കുന്നു. വരിക എന്ന് ആത്മാവ് പറയുന്നു, വരിക എന്ന് മണവാട്ടി പറയുന്നു. ദാഹിക്കുന്നവൻ വരട്ടെ, വരിക. Glory to God. എന്റെ പ്രിയരെ,
യേശു ക്രിസ്തുവിന്റെ വരവിന്റെ കാലതാമസങ്ങൾ പോലും മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ് എന്നേ വരേണ്ടത്, പക്ഷെ വരാത്തത് എന്നാന്നറിയോ? നമ്മൾ മാനസാന്തരപ്പെടാൻ വേണ്ടി. 2 പത്രോസ് ലേഖനം 3:9 വായിക്കുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അവിടുത്തെ വരവിന്റെ കാലതാമസം നമ്മുടെ മാനസാന്തരമാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, 20 വർഷം മുൻപ് കർത്താവ് വന്നിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പോകുമായിരുന്നു? 10 വർഷം മുമ്പ് കർത്താവ് വന്നിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പോകുമായിരുന്നു? അവിടുന്ന് വരാൻ താമസിച്ചത് കൊണ്ടാണ് നമ്മൾ കർത്താവിങ്കിലേക്ക് വന്നത്. ഹല്ലേലൂയ. ഈ സ്ഥലത്ത് ഒട്ടനവധി ആളുകൾ ഇനിയും വരാനുണ്ടെന്ന്, അതുകൊണ്ടാണ് ചിലർ താമസമെന്ന് വിചാരിക്കുന്നു എങ്കിലും കർത്താവ് വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ചിലരൂടെ മാനസാന്തരപ്പെടുവാൻ അവിടെ നിശ്ചയിക്കുക. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ, വന്നരകമതിൽ തന്നു നിൻ കൃപദാനം ഇന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപദാനം ഇന്നും ജീവിച്ചിടുവാൻ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ, വന്നരകമതിൽ. അന്ന് നെഞ്ച് നടുവേ വെട്ടിക്കീറി സർജറി ചെയ്ത് ഐസിയുവിൽ കിടന്ന ആ ദിവസം മരിച്ചു പോയിരുന്നെങ്കിൽ നരകത്തിൽ ചെന്നനും. കേട്ടോ, മരിക്കാഞ്ഞത് കൊണ്ടാ ഇന്ന് ഈ ദൂത് കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ പാട്ടുകാരൻ പാടുന്നത്, അന്നേ മരിച്ചു പോയെങ്കിൽ കർത്താവിന്റെ വരവിന്റെ കാലതാമസം കൊണ്ട് നമുക്ക് കൃപയിലേക്ക് വരാൻ. സഭ പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥന, ആമേൻ കർത്താവ് യേശുവേ വരണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. സഭയുടെ പ്രാർത്ഥന 46,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വമ്പൻ ബിൽഡിംഗ് അല്ല. സഭയുടെ പ്രാർത്ഥന യേശുവേ വരണമേ. ഇന്ന് രാത്രിയിലും ആശീർവാദം പറഞ്ഞ് ഇവിടെ നിർത്തുമ്പോൾ പറയാൻ പോകുന്ന വാക്ക്, ആമേൻ കർത്താവായ യേശുവേ വരണമേ. ഹല്ലേലൂയ. എന്നിട്ടും എന്തേ വൈകുന്നത്? ഇന്നലെ പറഞ്ഞില്ലേ അത്? ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞില്ലേ അത്? ഇന്ന് വൈകിട്ടും പറയില്ലേ? ഹല്ലേലൂയ. ഇത് റിവൈവൽ ചർച്ചിൽ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഈ ദേവദാസന്മാരല്ല ഇത് പറഞ്ഞവരാ, ഞാനും പറഞ്ഞിട്ടാ വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ 10 ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് ആയിരുന്നു. ഇന്നാ തീർന്ന്. കഴിഞ്ഞ 10 ദിവസവും ആമേൻ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ കർത്താവ് യേശുവേ. അങ്ങനെ സഭയുടെ പ്രാരംഭകാലം തൊട്ട് ഇന്നു വരെ ഇത് പറഞ്ഞു വരികയായിരുന്നു. പക്ഷെ അവിടുന്ന് ഇന്നും വന്നിട്ടില്ല. ചിലരൂടെ മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇനി ആരെങ്കിലും പറയുക, നേരത്തെയൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന ആരെങ്കിലും പറയുക, സ്തോത്രം, ദേശത്തിനുള്ള ദൂത അച്ഛാ, നിങ്ങളോടും കൂടെ ഉള്ള ദൂത കേട്ടോ. ഞങ്ങൾ 20 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടത്, എന്നോടല്ല, പുതുതായിട്ട് അച്ഛാ നിങ്ങളോടും ഉള്ളതാ. ഈ പ്രസംഗിക്കുന്ന എന്നോടും ഉള്ളതാ. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിങ്കൽ എടുക്കപ്പെടാൻ നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന മിനിമം യോഗ്യത മാനസാന്തരമാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാത്തവനായി കാണുകയും ചെയ്താൽ നിന്റെ നീലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ഹല്ലേലൂയ. കേട്ടോ കേട്ടോ, ഞാൻ വരികയും
നിന്നെ മാനസാന്തരപ്പെടാത്തവനെ കാണുകയും ചെയ്താൽ, വെളിപ്പാട് 2:5, ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാത്തവനെ കാണുകയും ചെയ്താൽ. 2005 എനിക്ക് എന്നെ മാനസാന്തരമായിരുന്നെന്ന് അറിയാമോ? ഒന്നും നടക്കുകയല്ല സുഹൃത്തെ. ഇപ്പൊ വല്ല ഉണ്ടോ? 2024 ജൂലൈ മാസം 14-ാം തീയതി 9 മണിയായ സമയത്ത് മാനസാന്തരം ഉണ്ടോ? ഇപ്പൊ കർത്താവ് അങ്ങ് പോകുമോ? ഇപ്പൊ ഉണ്ടോ? 2000 ഉണ്ടായിരുന്നു, നടക്കുകയില്ല. ഇപ്പൊ ഉണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. മാനസാന്തരമുണ്ടെങ്കിൽ മാത്രമേ ഈ മണ്ണിൽ നിന്ന് നമുക്ക് എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ രാത്രി ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ ആളുകളും അറിയണം, നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. തുടക്ക ദിവസത്തിലല്ല, ഓരോ ദിവസവും, ഓരോ ദിവസവും, ഓരോ നിമിഷവും നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? ദയവായി ആ കണ്ണുകളെല്ലാം ഒന്ന് അടച്ചാട്ട്, അതരങ്ങളെല്ലാം ദൈവം ഭാഗ്യം ഒന്ന് തുറന്നാട്ട്. ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ആ ഒരു അനുഭവത്തിലേക്ക് എന്നെ നയിക്കണേ. എൻ്റെ ജീവിതത്തെ ആടി മൂടി ഒന്ന് പണിയണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? വേഗം വായി തുറക്ക്, വേഗം വായി തുറക്ക്. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, പാടുക. അടിയനിതാ ദേവാ, അടിയനിതാ. ഒരുമിച്ച് പാടിക്കേ ഒരിക്കൽ കൂടെ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഒരിക്കൽ കൂടെ പാടിക്കേ. അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ ദേവാ, ഓ അടിയനിതാ ദേവാ, യെസ് യെസ്. അടിയനിതാ. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ, ഓ അടിയനിതാ. എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്നാട്ടെ. എത്രത്തോളം ഹൃദയപൂർവമായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാമോ? അത്രത്തോളം ഹൃദയപൂർവമായി. ഒരിക്കൽ കൂടെ പാടുകയാണ്. ഓ ജീസസ് ദേവാ, അടിയനിതാ ദേവാ, ഉച്ചത്തിലൊന്ന് പാടിക്കേ. കണ്ണുകളടച്ച് അടിയനിതാ ദേവാ, അടിയനിതാ. നീ എന്റെ സങ്കേതം, നീ എന്റെ സങ്കേതം, നീ എന്റെ കോട്ട, നീ എന്റെ കോട്ടയും, ഓ നീ എന്റെ പ്രാണനാഥൻ, നീ എന്റെ പ്രാണനാഥൻ, ഓ നീ എന്റെ ദൈവം. ഒരിക്കൽ കൂടെ പാടിക്കേ. നീ എന്റെ സങ്കേതം. എന്റെ സങ്കേതം. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഈ ടെന്റിനകത്ത് അവിടുന്ന് അത്ഭുതകരമായി ചലിക്കണമേ, അവിടുന്ന് അത്ഭുതകരമായി ചലിക്കണമേ. ഈ ജനത്തെ ആഴമായി തൊടണമേ. നീ എൻ ദൈവം, നീ എൻ ദൈവം, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും
അടിയനിതാ Yes, yes. ദേവാ Oh, അടിയനിതാ ദേവാ അടിയനിതാ. ഇന്ന് രാത്രി എത്ര പേർ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ ജീവിതത്തെ ഞാൻ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു, ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടയാളായിരിക്കും. ഡേവിഡ് ലിവിൻസ്റ്റൺ പറഞ്ഞതുപോലെ, ദൈവമേ ഞാനും നീയുമായിട്ടുള്ള തീരുമാനത്തെ ഒരിക്കൽ കൂടി പുതുക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. അതല്ല, ഈ രാത്രി വചനത്തിന് മുൻപാകെ ആദ്യമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്രത്തോളം അതരം തുറന്ന് പ്രാർത്ഥിക്കാമോ അത്രത്തോളം അതരം തുറന്ന് പ്രാർത്ഥിരെ. എന്നെ കർത്താവെ അവിടുത്തെ മകളാക്കി സ്വീകരിക്കണം. ഇന്ന് രാത്രി നിങ്ങളെന്ന് പറയുന്നവർ ഒറ്റയാൾ ഈ രാത്രി ഇവിടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ ആ വിടുതൽ വ്യാപരിക്കാൻ പോകുകയാണ്. വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ രാത്രി എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ, എന്റെ അകൃത്യങ്ങളെ എന്നോട് പൊറുക്കണമേ, മനപൂർവമായി എന്നെ കഴുകണമേ. എത്ര പേര് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ അവരും തുറന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിര്. ഈ രാത്രി ഒരു പുതുക്കം ഈ ഗ്രൗണ്ടിൽ, ഈ യോഗ സ്ഥലത്ത് കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പകരുന്നു. പ്രാർത്ഥിക്കുക. ഈ ടെന്റിന്റെ ഒരറ്റം മുതൽ മങ്ങേയറ്റം വരെ, അങ്ങ് ഏറ്റവും ബായ്ക്കൽ വരെ ഒരുപോലെ പ്രാർത്ഥന ഉയരട്ടെ. സ്തോത്രത്തിന്റെ ശബ്ദം പുറത്തേക്ക് വരട്ടെ, ആരാധനയുടെ ശബ്ദം പുറത്തേക്ക് വരട്ടെ. ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ, ആത്മാവിൽ പ്രാർത്ഥിക്കേ, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കേ, നിറവോടെ പ്രാർത്ഥിക്കേ, നിയോഗത്തോടെ പ്രാർത്ഥിക്കേ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കേ. എനിക്കറിയാം ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കുന്ന ദിവസമാണ്. ഈവനും അബ്രഹാമിന്റെ സന്തതിയാകിയ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്നതുപോലെ ചില വീടുകളുടെ ചില ശാപങ്ങളെ പൊളിച്ച് ചില തകർച്ചകളെ നീക്കി ദൈവത്തിന്റെ ആത്മാവ് ചില വീടുകളുടെ അകത്തേക്ക് ഈ രാത്രി രക്ഷയുടെ വാതിലിനെ തുറക്കുന്നു. വ്യർത്ഥമായി വിളിച്ചതുപോലെ ആ നാമം ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കേ. യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. വേഗം പ്രാർത്ഥിക്കേ. യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണേ. ഈ രാത്രി ഹൃദയം മുഴുവൻ തുറക്ക്. ഈ രാത്രി ദൈവ സാന്നിധ്യം ഈ ടെന്റിന്റെ കീഴിൽ അതിശക്തിയോടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി നിങ്ങൾ അങ്ങനെ സമർപ്പിച്ച് തുടങ്ങുന്നുവെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ വെട്ടിക്കളയുന്നു. ചില മന്ത്ര താന്ത്രിക ശക്തികൾ, ചില ശാപങ്ങൾ, ചില പാരമ്പര്യത്തിന്റെ കെടുതികൾ ഈ രാത്രി തകർക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആത്മനിറവിൽ ആരാധിക്കേ. യേശുവിന്റെ നാമത്തിൽ നീണ്ട നാളുകളായ ഒരു പരിഹാരം അന്വേഷിക്കുന്നു, നീണ്ട നാളുകളായ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മുൻപിൽ ആ മാറ്റത്തെ തുറന്നു തരുന്നു. എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കും? യേശുവിന്റെ നാമത്തിൽ ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നിൽക്കുന്നവർ നിൽക്കട്ടെ. ഈ രാത്രി ഹൃദയം മുഴുവൻ ദൈവത്തിലേക്ക് ഏകാഗ്രമാക്കി കണ്ണുനീരോടെ നിലവിളിക്ക്. ഈ രാത്രി ചില വിടുതലുകൾ ദൈവത്തിന്റെ ആത്മാവ് തുറക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ആത്മീക വിഷയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഭൗതിക വിഷയത്തിൽ, അഭിഷേകത്തിനെ നിന്റെ മിനിസ്ട്രിയിൽ ഞാൻ ആത്മാവിൽ നിയോഗത്തോടെ ദൂത് പറയാം. ചില ബ്ലോക്കുകളെ വാഗ്ദത്തങ്ങളുണ്ട്, ആലോചനകളുണ്ട്, ദൈവിക പദ്ധതികളുണ്ട്. പക്ഷെ എവിടെയോ തടയപ്പെടുന്നത് പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അതിനെ നിന്റെ മുൻപിൽ നിന്ന് നീക്കുന്നു.
പ്രഥമന സെരുബാബന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയാകും. ഈ രാത്രി ചിലത് സമഭൂമിയാകുന്നത് പോലെ ദൈവകൃപയോടെ ആരാധിക്കേ, ദൈവകൃപയോടെ ആരാധിക്കേ. ഈ രാത്രി ചില ശരീരങ്ങളുടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിച്ച് തുടങ്ങട്ടെ. ചില സർജറികൾ മാറട്ടെ, ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ചില വാതിലുകൾ തുറന്നു വരട്ടെ. ചിലരുടെ തലമേ ഈ രാത്രി തങ്ക കിരീടങ്ങൾ വെക്കുന്നത് പോലെ, ചില റിജക്ഷനുകൾ പൊളിയുന്നത് പോലെ ദൈവമഹത്വം, ദൈവമഹത്വം. നീണ്ട നാളുകളായി, നീണ്ട വർഷങ്ങളായി, ചിലപ്പോൾ പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന ചില സങ്കട കടലുകൾ ഇന്ന് രാത്രി പൊളിയുന്നു. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ആണ്ടിച്ച് ആത്മാവിൽ ഈ രാത്രി കർത്താവിനെ ആരാധിക്കുക. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കത്തക്ക വിധത്തിൽ, നിങ്ങളെ പുറപ്പെടുവിക്കത്തക്ക വിധത്തിൽ ഈ രാത്രി നിങ്ങളുടെ മേൽ ചലിച്ച് തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്നത് പോലെ ഈ രാത്രി ചിലതിനെ ചാടിക്കിടക്കുന്നു. നിയോഗത്തിന്റെ പകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ കരങ്ങളടിച്ച ശക്തിയോടെ ആത്മനിറവിൽ ആരാധിച്ചാണ്. ഒരു പുതുക്കം Oh Jesus, 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 Jesus. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ജീവിതത്തെ യേശുവിന് കൊടുക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഇതുവരെ എൻ്റെ ലൈഫിനെ ഞാൻ യേശുവിന്റെ മുൻപിൽ സറണ്ടർ ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തെ യേശുവിന്റെ മുൻപിൽ സറണ്ടർ ചെയ്യുന്നുവെന്ന് പറയുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ മാത്രം മടികൂടാതെ ദയവായി കരത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓ മാനസാന്തരം എനിക്ക് വേണമെന്ന് പറയുന്നവർ, മാനസാന്തരം എനിക്ക് വേണം, ഈ പറയുന്ന അനുഭവം എനിക്ക് വേണം എന്ന് പറയുന്നവർ ദയവായി കരം ഉയർത്തിപ്പിടിച്ചാണ് തലയ്ക്ക് മീതെ. ആമേൻ. പല കരങ്ങളും ആമേൻ ഈ യോഗത്തിന്റെ നടുവിൽ ആമേൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ചില കുഞ്ഞുങ്ങൾ ഇതിന്റെ നടുവിൽ വളരെ ആഴമായി കരയുന്നത് ഇന്ന് രാത്രി ഞാൻ ഈ വേദിയിൽ കാണുന്നു. ചില പ്രിയപ്പെട്ടവർ ആഴമായി കരയുന്നത് ആമേൻ ഞാൻ ഈ വേദിയിൽ കാണുന്നത് റെജിപ്പാസിന്റെ പ്രസംഗം കൊണ്ടല്ല, ഇവിടെ വ്യാപരിക്കുന്ന പ്രസൻസ് കൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ കരമുയർത്തിപ്പിടിച്ചാണ്. ജീസസ്. ഒരവസരം കിട്ടിയാൽ ഞാൻ സ്നാനപ്പെടുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരവസരം കിട്ടിയാൽ ഞാൻ സ്നാനപ്പെടും അങ്ങനെ പറയുന്നവർ ദയവായി അക്കരം ഉയർത്തി പിടിച്ച ഒരവസരം കിട്ടിയാൽ ഞാൻ സ്നാനപ്പെടും. ജീസസ്. ആമേൻ, ആമേൻ. ചില കരങ്ങൾ ഉയർന്നിരിക്കുന്നത് കാണുന്നു.
ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഉയർത്തപ്പെട്ട കരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഉയർത്തപ്പെട്ട കരങ്ങൾ ആമേൻ അവർ ഉറപ്പോടെ നിൽക്കട്ടെ, അവർ തീരുമാനത്തോടെ നിൽക്കട്ടെ, അവർ പ്രതിഷ്ഠയോടെ നിൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ, ആയുസ്സിന് ഇനി ദൈർഘ്യമുണ്ടെങ്കിൽ, ജീവിതം മുഴുവൻ യേശുവിന് വേണ്ടി പാരമ്പര്യങ്ങളോ സ്വാധീനങ്ങളോ അവരെ പിന്നോട്ട് വലിക്കരുത്. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ. മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ അടിച്ചൊന്ന് ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന്. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നരകമതിൽ. ഓ തന്നു നിൻ കൃപദാനമെന്നും ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപദാനമെന്നും ജീവിച്ചിടുവാൻ. നിന്റെ ആത്മശക്തിയാലേ അടിക, നിന്റെ ആത്മശക്തിയാലേ നടത്തേണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഓ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഓ ഭാവിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. ഭാവിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടിന സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഓ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടിന സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഓ ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷമാർഗത്തിലാക്കിയല്ലോ. ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷമാർഗത്തിലാക്കിയല്ലോ. ഓ മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നും. ഓ മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നും. മാറ്റം വരാതെ എന്നെ കാക്കേണം. പഠിക്കൽ കൂടെ മാറ്റം വരാതെ എന്നെ കാക്കേണം. ആവർത്തിച്ച് പഠിക്ക. മാറ്റം വരാതെ എന്നെ കാക്കേണം. പ്രാർത്ഥനയോടെ മാറ്റം വരാതെ എന്നെ കാക്കേണം. ഒരിക്കൽ കൂടെ മാറ്റം വരാതെ എന്നെ കാക്കേണം. പൊന്നുനാഥാ ഈ ലോകം വിട്ടു നിന്നെ ലോകം ചേരും. ഈ ലോകം, ഓ ഈ ലോകം വിട്ടു നിന്നെ ലോകം ചേരുവോളം ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടിന സ്വർഗ ഭാഗ്യങ്ങൾ വേടി. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടിന സ്വർഗ ഭാഗ്യങ്ങൾ വേടി. എന്നു മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ എന്നു മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ വന്നു വിളിച്ചിടുമ്പോൾ അന്നു വസിച്ചിടും. അന്നു വന്നു വന്നു വിളിച്ചിടുമ്പോൾ അന്നു വന്നു വിളിച്ചിടുമ്പോൾ അന്നു വന്നു വിളിച്ചിടുമ്പോൾ അന്നു വസിച്ചിടും. ഞാൻ ഇന്നുള്ള കഷ്ടം തന്നു ഞാൻ ഗാനം പാടും. ഇന്നുള്ള കഷ്ടം തന്നു ഞാൻ ഗാനം പാടും. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ സ്വർഗ ഭാഗ്യങ്ങൾ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ. ഓ ലോകത്തിൻ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് യേശുവേ ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ അവിടുത്തെ മഹത്വം ചലിക്കട്ടെ.
അവിടുത്തെ സാന്നിധ്യം ചൊരികട്ടെ, അവിടുത്തെ നിറവ് ചൊരികട്ടെ, അവിടുത്തെ മഹത്വം ചൊരികട്ടെ, അവിടുത്തെ ശക്തി ചൊരികട്ടെ.